ഈ സിനിമയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൈഡിൽ മാത്രം നിൽക്കുന്നതല്ല. അതായത് അധികാരം എന്ന് പറയുന്നതിന് കാസ്റ്റോ ജെൻഡറോ പ്രിവിലേജോ ഒന്നും വിഷയമല്ല. അത് ആ പവർ ഡൈനാമിക്സിനെതിരെ ആരെപ്പോൾ തിരിയുന്നു അയാളെ ട്രാപ്പ് ചെയ്യും, അയാളെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ എസ്റ്റാബ്ലിഷ്മെന്റും അധികാരം തെളിയിച്ചോണ്ടിരിക്കുന്നത്. ആദിവാസികളെ എങ്ങനെയാണ് ബ്രൂട്ടലായി 18 റൗണ്ട് വെടിവെച്ചു, ദിസ് ഇസ് ദ മെസ്സേജ് ടു കേരള എന്നൊക്കെ പറയാൻ അധികാരത്തിലിരിക്കുന്നവർക്കും പോലീസിനൊക്കെ എങ്ങനെ പറ്റി? സമരം ചെയ്താൽ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയാൻ അധികാരത്തിലിരിക്കുന്നവർക്ക് പറ്റുന്നു, അതിൻ്റെ ആലോചന അവർക്ക് വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ മറുപടി എന്നോണം ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമുക്കുള്ളിൽ അത് വർക്കായിട്ടുണ്ടാവും. അവർ തന്നെ എന്തെങ്കിലും ചെയ്തരോ? അപ്പൊ ശരിക്കും രക്തസാക്ഷികളില്ലാത്ത സമരങ്ങളിൽ ഏതാണ്ട് ഒരു മഹാഭൂരിപക്ഷം പരാജയമാണെന്നുള്ളതാണ് റിയാലിറ്റി. സിസ്റ്റം ഈസ് ഓൾവേസ് സിസ്റ്റം, അതിന് മാറ്റമില്ല. അത് ആളുകളുടെ മുഖങ്ങളും ഇത് മാറുന്നല്ലാണ്ട് അധികാരത്തിന്റെ ആ ഒരു ഫോർമുല എപ്പോഴും ഒരേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് പരമാവധി ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളിലേക്ക് എത്തിക്കാനുള്ള ആദ്യത്തെ ശ്രമമാണ് ടോവിനോ. ടോവിനോ അത് പിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അയാൾക്കുള്ളിൽ രാഷ്ട്രീയമാണ് അത് ഈ സിനിമയെ പിക്ക് ചെയ്യുന്നത്. ആ അതെ, കുറ്റം ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ സാറേ. നടൻ മാത്രമല്ല, അയാൾ പുസ്തകങ്ങൾ വായിക്കുന്ന, സിനിമകളെ വിശാലാർത്ഥത്തിൽ കാണുന്ന, സോഷ്യൽ സാഹചര്യങ്ങളിലെ കോൺഫ്ലിക്റ്റുകളെ കാണുന്ന ആളാണ്. അല്ല, എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഉമ്പർട്ടോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ എന്തിനാണ് ചരിത്രം എഴുതുന്നത്, നമ്മൾ ഫിക്ഷൻ എഴുതുക, അത് പിന്നീട് ചരിത്രമാകും. ഞാൻ ഏതാണ്ട് ഒരു 30ഓളം പ്രൊഡ്യൂസേഴ്സിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിന് വളരെ നല്ല സ്ക്രിപ്റ്റാണ്, പക്ഷേ തിയേറ്ററിൽ ഓടില്ല. നല്ല തിരക്കഥ, നന്നായി സംവിധായകൻ ചെയ്യും, ടോവിനോ തോമസ് അഭിനയിക്കുന്നു, എന്നാലും ഓടില്ല. അയാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല, എനിക്കൊന്ന് വന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ എന്നാണ്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നല്ല, കല പ്രതികാരം ചെയ്യുന്നത് അങ്ങനെയാണ്. 4-5 പേര് ചേർന്ന ഒരാളെ ട്രാപ്പ് ചെയ്യുന്നതും ഒരു വലിയ സിസ്റ്റം ചേർന്ന ഒരാളെ ട്രാപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എഴുതുമ്പോൾ നമുക്ക് എളുപ്പം ഒരു വലിയ പ്രിമൈസിൽ കൊണ്ടുവയ്ക്കുമ്പോഴാണ്. എന്നാലും പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ വിരുദ്ധ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാർ നമ്മൾ രണ്ടുപേരും. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും പോസിറ്റിവിറ്റി വിചാരിക്കുന്നത്. ഇതിൽ പറയുന്ന 1-2 ഡയലോഗുകളുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും എനിക്ക് ബഷീറിനെ ഓർമ്മ വന്നു, വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെയാണ് ബഷീർ എന്നുള്ള പേര്. കുട്ടനാട്ടിൽ 10 ഏക്കർ സ്ഥലമുള്ള ഒരാൾ, സപ്പോസ് വയനാട്ടിൽ 1 സെന്റ് ഭൂമി ഇല്ലാത്ത ഒരാൾ, ഒരു മഴക്കാലത്ത് ഇവർ രണ്ടുപേരും ഒന്നാണ്. സാധാരണ ഇതിൽ നിന്ന് മണ്ണ് കെട്ടിയിട്ട് ആ തറ ഉണ്ടാക്കുന്നത് ഒരു ചതുരത്തിലായിരിക്കും കുടില്, അതിനുള്ളിൽ മുറികൾ കുറവാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ എങ്ങനെ കിടക്കും എന്നൊക്കെ. നമ്മൾ സുരക്ഷിതമായ ഒരു ഇതിൽ നിൽക്കുമ്പം ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ആ ഡയലോഗ് എഴുതാനുള്ള ഒരു റെഫറൻസ് നമ്മുടെ ജീവിതാനുഭവം കൂടെയാണ്. അങ്ങനെയുള്ളൊരു യാത്രയിലാണ് ഇപ്പം മരുവെട്ടിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുള്ളൂ, അത് വാശിയ പട്ടിണി കിടന്നാലും അത് ചെയ്യുള്ളൂ. കെട്ടിയ കുടിലുകൾ മുഴുവൻ പൊളിച്ച് സ്ഥലം വിട്ടോളണം. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കാം. നരിവേട്ടനെ പറ്റിയിട്ടുള്ള ഗംഭീര റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അതിന് തുടക്കത്തിൽ ഒരുപാട് കോട്ട് ചെയ്തിട്ടുള്ളതാണ് കുന്തേരയുടെ ആ ഒരു കൊട്ടേഷൻ. അധികാരത്തിനെതിരായിട്ടുള്ള മനുഷ്യന്റെ പോരാട്ടമാണ്, മറവിക്ക് എതിരായിട്ടുള്ള ഓർമ്മപ്പെടുത്തലിന്റെ ഒരു പോരാട്ടം എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ തലമുറേനെ മുത്തങ്ങ സമരം എങ്ങനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ട് തന്നെ തുടങ്ങിയ മാതിരി എനിക്ക് തോന്നിയത്. ആ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയായിരുന്നോ, അതോ കഥയിലേക്ക് വന്നത് അങ്ങനെയല്ല എന്നൊക്കെ അബിൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മുത്തങ്ങ ഇൻസിഡന്റ് ഇതിനകത്തേക്ക് രാഷ്ട്രീയമായിട്ട് കൂട്ടിച്ചേർത്ത് വെക്കാൻ കാരണം എന്താ? അതായത് ഇതിപ്പോ നമ്മൾ പറയുന്ന എൻ്റെ ഒരു വിലയിരുത്തലിൽ ഈ സിനിമയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൈഡിൽ മാത്രം നിൽക്കുന്നതല്ല. അതായത് അധികാരം എന്ന് പറയുന്നതിന് കാസ്റ്റോ ജെൻഡറോ പ്രിവിലേജോ ഒന്നും വിഷയമല്ല. അത് ആ പവർ ഡൈനാമിക്സിനെതിരെ ആരെപ്പോൾ തിരിയുന്നു അയാളെ ട്രാപ്പ് ചെയ്യും, അയാളെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ എസ്റ്റാബ്ലിഷ്മെന്റും അധികാരം തെളിയിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു കഥയുടെ ഒരു പ്രിമിറ്റീവ് രൂപം അതായിരുന്നു. ഒരു സാധാരണക്കാരനായ പോലീസുകാരൻ അയാളെ ഈ സിസ്റ്റം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന് പല കഥാവഴികൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ കാണുന്ന സ്ഥിരം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അത്തരം സംഗതികളിലേക്ക് പോകുന്നു എന്ന് തോന്നിയൊരു ഘട്ടത്തിലാണ് എന്നാൽ പിന്നെ വേറൊരു ഇവന്റ് വെച്ചിട്ട് അതിൽ പെടുന്ന ഒരാൾ എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അപ്പം നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന, അല്ല നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഇവന്റുകളിൽ ഒന്നും മുത്തങ്ങ സമരമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ചില റെഫറൻസുകൾ വെച്ചിട്ട് അതാണെന്ന് തോന്നിയാൽ തോന്നട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, നമ്മളത് ഡയറക്റ്റ് പറയുന്നില്ല. പക്ഷെ അതടക്കമുള്ള ഇവന്റുകൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു 80s ഒരുപാട്
സിനിമകൾ ശരിക്കും വന്നിട്ടുണ്ട്, സമരങ്ങള്, പോലീസിനെതിരായിട്ടുള്ള സംഗതികൾക്കൊക്കെ എതിരെ. പിൽക്കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ അത്ര സമരങ്ങൾ ഇല്ലാണ്ടായി എന്ന് തോന്നുന്നു, സമരമേ ഇല്ലാതെ ഇല്ലാതായി. അപ്പൊ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 2010 ശേഷം ജനിച്ച ഒരു ആളുകൾ വളരെ ആക്റ്റീവായിട്ട് തിയേറ്ററിൽ എത്തുന്ന അവർ ശരിക്കും ഇത്ര സമരങ്ങളൊന്നും കാണുകയോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അവർക്കില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ടി വിയിൽ കണ്ടിട്ടില്ല അത്യാവശ്യ സാധനങ്ങളൊക്കെ. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ അത്തരം കുറെ ചിന്തകളിൽ നിന്നാണ് എന്നാ പിന്നെ ഇങ്ങനെ ഒരു ഇവന്റിൽ ഇതിലേക്ക് കഥാപാത്രം വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ചു. അപ്പൊ കുറെ കൂടെ എനിക്ക് എളുപ്പമായി. കാരണം ഒരു 4-5 പേര് ചേർന്ന് ഒരാളെ ട്രാപ്പ് ചെയ്യുന്നതും ഒരു വലിയ സിസ്റ്റം ചേർന്ന ഒരാളെ ട്രാപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എഴുതുമ്പോൾ നമുക്ക് എളുപ്പം ഒരു വലിയ പ്രിമൈസിൽ കൊണ്ടുവയ്ക്കുമ്പോഴാണ്. പലതും എടുക്കാലോ വേണമെങ്കിൽ. ഈ പറയുന്ന റെഫറൻസുകൾ എന്തുമാവാമായിരുന്നു. ചരിത്രത്തിൽ അങ്ങനത്തെ സംഗതികൾ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ മുത്തങ്ങയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജനതയുണ്ട്, ആദിവാസി ഗോത്ര ജനത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിലേക്ക് തന്നെ അത് തന്നെ ആവാം എന്ന് തീരുമാനിച്ചത്? എന്താ ഇതിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഈ പറയുന്ന നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരുപാട് എപ്പിസോഡ്സ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലൊരു ഇവൻ്റായിട്ട് ഒരു മാസിനെതിരെ നടന്ന ഭയങ്കര ബ്രൂട്ടൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ മുമ്പിലേക്ക് ആദ്യം പാഞ്ഞെത്തുന്നത് മുത്തങ്ങയാണ്. അപ്പോൾ ഞാനെന്തോ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്താണ് CK ജാനുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന ഫുട്ടേജ് കാണുന്നത്, പിറ്റത്തെ ദിവസങ്ങളിലെ ഫുട്ടേജ് കാണുന്നത്. പിന്നെ കുറച്ച് വളർന്ന് വലുതായി കൗമാരക്കാരനായി സിനിമയിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്താണ് ഈ പഴയ മുത്തങ്ങ റീവിസിറ്റ് നമ്മളിലേക്ക് വരുന്നത്. അരമണിക്കൂർ പ്രോഗ്രാമായി വർഷാവർഷം ഇതിൻ്റെ ഒരു വാർഷികാഘോഷം എന്ന നിലക്ക് ചുരുക്കം അതിൽ കാണുന്ന വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ചില പോലീസ് അറ്റാക്കിംഗ് ഫുട്ടേജസ് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും ഈ അതിൻ്റെ തീ. അപ്പം അത് പറയേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ആദിവാസി സമരത്തെ അട്ടിമറിച്ചത്? നീതിക്ക് വേണ്ടി പോരാടിയ 1 സെന്റ് ഭൂമിക്കോ 10 സെന്റ് സ്ഥലത്തിനോ വേണ്ടി പോരാടിയ ആദിവാസികളെ എങ്ങനെയാണ് ബ്രൂട്ടലായി 18 റൗണ്ട് വെടിവെച്ചു? ദിസ് ഈസ് ദ മെസ്സേജ് ടു കേരള എന്നൊക്കെ പറയാൻ അധികാരത്തിലിരിക്കുന്നവർക്കും പോലീസിനൊക്കെ എങ്ങനെ പറ്റി എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കുള്ളിൽ ഒരു തീ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സമരം ചെയ്താൽ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയാൻ അധികാരത്തിലിരിക്കുന്നവർക്ക് പറ്റുന്നു, അതിൻ്റെ ആലോചന അവർക്ക് വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ മറുപടി എന്നോണം ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നമുക്കുള്ളിൽ അത് വർക്കായിട്ടുണ്ടാവുക. സമരങ്ങളില്ലാതായ ഒരു കാലം എന്ന് പറയുമ്പോഴേ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇതേപോലത്തെ വലിയ സമരങ്ങൾ, ജനകീയ സമരങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സമരങ്ങളെ കാണാൻ പറ്റുന്നില്ല, സമരത്തിൽ നടത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, കാണാൻ പറ്റുന്നില്ല. രൂപം മാറി. നമ്മുടെ ഇടുക്കിയിലും ആദിവാസികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക. സമരത്തോടുള്ള അധികാരത്തിന്റെ കുറച്ചുകൂടി ഈസി ആയിരുന്നു എനിക്ക് തോന്നിയത്. ഡീൽ ചെയ്യാൻ എളുപ്പമായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആശാസമരത്തിന്റെ തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. എത്ര സമരത്തിന്റെ പാട്ടിൽ നടക്കട്ടെ എന്നുള്ളതാണ്. വേറെ ഒരു തരത്തിലുള്ള അരികുവൽക്കരിക്കപ്പെട്ട ജനത തന്നെയാണ് റോട്ടിലൂടെ നടക്കുന്ന സെക്രട്ടറിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ചുളൂര് രക്തസാക്ഷി കിട്ടിയ പുളിക്കുമെന്ന്. അപ്പൊ ശരിക്കും രക്തസാക്ഷികളില്ലാത്ത സമരങ്ങളിൽ ഏതാണ്ട് ഒരു മഹാഭൂരിപക്ഷവും പരാജയമാണെന്നുള്ളതാണ് റിയാലിറ്റി. നമ്മളിപ്പം ഇല്ല. ഇപ്പം മുത്തങ്ങ സമരത്തിൽ തന്നെ അന്ന് ഒരു സാക്ഷരതാ പ്രവർത്തകനെ പ്രതിയാക്കിയിരുന്നു, 18ാം പ്രതി. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി ഉത്തരവ് വന്നു. അത് വെറും 5 ലക്ഷം രൂപയാണ്. അത് ഖജനാവിൽ നിന്നല്ല കൊടുക്കേണ്ടത്, അത് 2-3 പോലീസുകാരിൽ നിന്നാണ്. പക്ഷെ അതിനെതിരെ വിധി വന്നപ്പോൾ അപ്പീൽ പോയി. അപ്പം അന്ന് ഭരിച്ച സർക്കാരല്ല അപ്പീൽ പോയത്. അപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെങ്കിൽ വക്കീൽ ഫീസ് തന്നെ ചെലവ് എത്രയാണ്? വെറും 5 ലക്ഷം രൂപ ഖജനാവിന് ചെലവില്ലാത്ത തുകയാണ്. പക്ഷെ അത് മൊറയിലിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ സിസ്റ്റം അല്ല, പോലീസുകാരിൽ നിന്ന് എടുത്തു കൊടുക്കാനാണ് ഓർഡർ. പക്ഷെ അതിനെതിരെ അപ്പീൽ പോകുന്ന ഖജനാവിന്റെ പൈസയ്ക്കാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ സിസ്റ്റം ഈസ് ഓൾവേസ് സിസ്റ്റം, അതിന് മാറ്റമില്ല. അത് ആളുകളുടെ മുഖങ്ങളും ഇത് മാറുന്നല്ലാണ്ട് അധികാരത്തിന്റെ ആ ഒരു ഫോർമുല എപ്പോഴും ഒരേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ വേറൊരു ഭൂസമരം കൂടെ നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്, അല്ലേ? അതിന്റെ എന്താണെന്ന് കൃത്യം റെഫറൻസ് അല്ലെങ്കിൽ പോലും അതിനോട് പോലീസ് കാണിക്കുന്ന ഈ പോലീസിനകത്ത് തന്നെ പോലീസ് അല്ല. ഇത് നോക്കൂ, നമ്മൾ ഈ കേരളയിൽ സമരം, കേരളയിലെ ചർച്ച നമുക്ക് മാറ്റി. കേരളയിൽ സമരകാലത്ത് പോലീസ് എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത്? ഗവൺമെന്റിനും ഇതിനൊക്കെ അതിലൊരു കോൾ ഉണ്ടെങ്കിൽ പോലും ഒരു പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത് അങ്ങനെയല്ല, അതിനെ നിയന്ത്രിക്കേണ്ടത് അങ്ങനെയല്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള അടയാളപ്പെടുത്തൽ സിനിമയിൽ വന്നിട്ടുള്ളത്. എത്രയോ കസ്റ്റോഡിയൽ ഡെത്തുകൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് സിസ്റ്റം, ജനമൈത്രി പോലീസ് വരുന്നുണ്ട്, പോലീസ്. പക്ഷെ അതിന്റെ ആ ഒരു അധികാര സ്വഭാവം, ആ സിസ്റ്റം അങ്ങനെയായി തീർന്നു എന്നുള്ളതാണ്. ടൊവിനോനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടൊവിനോയും ഈ പറയുന്ന എന്താ പറയാ പോലീസിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാ
വരുന്നത്. എന്നിട്ട് അതിന് അയാൾക്ക് പുറത്തേക്ക് പോരേണ്ടി വരുന്നത്. ഇയാളൊരു സ്റ്റാറാണ്. അതിനെ കാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തോന്നൽ എന്തായിരുന്നു? മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് ശ്രദ്ധിച്ചതാണോ? വേറൊരാളായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ ഒരു ഹൈപ്പ് അല്ല, ഈ ഇതിനകത്ത് അഭിനയം എഴുതി വെച്ച സ്ക്രിപ്റ്റ് അത് എത്ര പേരിലേക്ക്, ഇപ്പൊ ഒരു നാടകം നമ്മൾ പ്ലേ ചെയ്യുന്ന പോലെ നമ്മൾ ഇവിടുന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മുടെ ശബ്ദമാണ് ടോവിനോ ശരിക്കും. അപ്പം ആദ്യമായി ഇങ്ങനെയുള്ളൊരു സിനിമയെ അഡ്രസ് ചെയ്ത് അതിൽ നമ്മളെ മാത്രം വിശ്വസിച്ച് ഇതിലേക്ക് വരികയും ഇതിന് കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടെന്ന് ഈ കഥയോ തിരക്കഥയോ നമുക്ക് ആ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ബോധ്യങ്ങളുണ്ട് ചില പ്രൊഡക്ഷൻ ഹൗസിന്. അപ്പം സമരങ്ങൾ ഇടയിൽപ്പെടുന്നൊക്കെ അത്തരത്തിലുള്ള ഓഫ് ബീറ്റ് പാറ്റേണിലേക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് പരമാവധി ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളിലേക്ക് എത്തിക്കാനുള്ള ആദ്യത്തെ ശ്രമമാണ് ടോവിനോ. ടോവിനോ അത് പിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അയാൾക്കുള്ളിൽ രാഷ്ട്രീയമാണ് അത് ഈ സിനിമയെ പിക്ക് ചെയ്യുന്നത്. അതെ, അത് മാത്രമല്ല അയാൾക്ക് ഇത് അറിയുന്ന, അയാൾ ശ്രദ്ധിക്കുന്ന, അയാൾ ശ്രദ്ധിച്ചിരുന്ന, അയാൾ നടൻ മാത്രമല്ല, അയാൾ പുസ്തകങ്ങൾ വായിക്കുന്ന, സിനിമകളെ വിശാലാർത്ഥത്തിൽ കാണുന്ന, സോഷ്യൽ സാഹചര്യങ്ങളിലെ കോൺഫ്ലിക്റ്റുകളെ കാണുന്ന ആളാണ്. എന്നെ ഒന്ന് നുള്ളിയാൽ ഞാൻ പ്രതികരിക്കും എന്ന് നമ്മളെ കാണിച്ചു തന്ന, ക്രൗഡിന്റെ ഇടയിൽ പണ്ട് ടോവിയാരോ നുള്ളിയപ്പോ അപ്പം തിരിഞ്ഞു നിന്നിട്ട് എന്നെ നുള്ളി എന്ന് പറഞ്ഞ ആളാണ്. അത്രയും സത്യസന്ധനായ മനുഷ്യനാണ് അയാൾ. അപ്പൊ അതുകൊണ്ടായിരിക്കും അയാൾ ഈ സിനിമ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് എത്രമാത്രം കൊമേഴ്ഷ്യൽ ആക്കുക. ഇപ്പം ഇപ്പൊ അബിൻ പറഞ്ഞ പോലെ 2003 ജനിച്ച ഒരാൾ ഇപ്പൊ 22 വയസ്സായി. അയാള് ഇപ്പം സിനിമ കണ്ടിട്ട് ഇമോഷണലി അതിനെ കണക്ട് ആവുകയാണ് അയാൾക്ക്. നമുക്ക് യാതൊരു തരത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ സിനിമ സ്വാധീനിക്കും എന്നുള്ളത്. നമ്മള് ഒരു 30 വയസ്സിനുള്ള മുകളിലുള്ള ആൾക്കാരെയായിരുന്നു, നമ്മുടെയൊക്കെ വയസ്സുള്ള ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ്. പക്ഷെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ പറയുന്ന ഏജ് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ഈ സിനിമ കണക്ട് ആവുന്നുള്ളത് മനുഷ്യ ഹൃദയമുള്ള ഒരാൾക്ക് ഈ സിനിമ കണക്ട് ആവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആലോചന ഉണ്ടായിരുന്നത്. അത് അത്തരം ആൾക്കാർക്ക് ഇത് ഈ സിനിമ കണക്ട് ആവുന്നുണ്ട്. ഈ 100 പേരെ സാറ്റിസ്ഫൈഡ് നമുക്ക് ചിലപ്പോൾ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ഈ സിനിമയുടെ കോഴ്സും അതല്ല. ഈ സിനിമയ്ക്ക് ഒരു കോഴ്സ് ഉണ്ട്. ഈ സിനിമയ്ക്കൊരു ചില അടയാളങ്ങളുണ്ട് സിനിമയ്ക്ക്. അത് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, 100% ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഈ നടൻ മാത്രമല്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ടീമും ഈ ഇത്തരം സബ്ജക്റ്റുകൾ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് പാടായിരുന്നു. അതെ, ഇപ്പം ഇന്ത്യൻ സിനിമ കമ്പനിയുടെ അടുത്ത് കഥ വരുമ്പം സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതാണ്. പക്ഷെ നമ്മളൊരു 15-20 മിനിറ്റിൽ ഞാൻ കൊടുത്ത നറേഷൻ മാത്രമേ ഉള്ളൂ. അത് സ്ക്രീൻ പ്ലേയുടെ ഓർഡറിൽ പോലും അല്ല. സ്ക്രിപ്റ്റ് റീഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതും വിശ്വാസം. സാധാരണ സിനിമാക്കാരെല്ലാം ആഗ്രഹിക്കുന്നത് ആദ്യത്തെ സീനിൽ, ഇപ്പൊ നമ്മൾ പറയുന്ന ആദ്യത്തെ സീനിൽ ഇങ്ങനെ തുടങ്ങും. അങ്ങനെ സീൻ ബൈ സീനാണ് പൊതുവിൽ സിനിമയുടെ കഥ പറച്ചിൽ എന്ന് വെച്ചാൽ. അപ്പം ഒരാൾ നമ്മളോട് അങ്ങനെയാണ് എങ്കിൽ ആ സിനിമ കിട്ടത്തുള്ളത്. ഞങ്ങള് പക്ഷെ എടുക്കുന്നത്, ഞങ്ങൾ കഥയാ പറയുന്നത്. ഇതാണ് കഥ, ഐഡിയ അല്ല, കഥ പറയും. പക്ഷെ അത് സീൻ ബൈ സീൻ ആയിരിക്കില്ല. പിന്നെ ഇങ്ങനെ ഒരു ഗ്രാമമുണ്ട്, ഇവിടെ ഒരാളുണ്ട്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കഥയാ പറയുന്നത്. ആ കഥയിലാണ് അവർ പിക്ക് ചെയ്യുന്നത്. പിന്നീട് അതിന്റെ സീൻ ഓർഡർ എന്താണെന്നോ സ്ക്രിപ്റ്റ് വായിക്കണമെന്നോ ഡയലോഗ് എന്താണെന്നോ ഒന്നും ചോദിച്ചിട്ടേ ഇല്ല. അപ്പൊ അവര് നമ്മുടെ പിന്നെ അബിന്റെ ഒരു കഥ പറച്ചിലുണ്ട്, ഭയങ്കരമായ പവർഫുൾ ആയിട്ടുള്ള ഒരു കഥയുണ്ട്. അതിന്റെ ഒരു രത്നച്ചുരുക്കം പെട്ടെന്ന് പിക്ക് ചെയ്ത്. ഇപ്പം രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. നമ്മൾ കടുവേന്റെ ലൊക്കേഷനിൽ പൃഥ്വിരാജിന്റെ അടുത്ത് കഥ പറയാൻ പോയി. അപ്പം പൃഥ്വി നേരത്തെ വിളിച്ച് പറഞ്ഞ് തന്ന അപ്പോയിന്റ്മെന്റ് ഒക്കെ. അപ്പം നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. നമ്മളെപ്പോഴെങ്കിലും ചായ കുടിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ കഥകൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് അപ്പുറത്ത് ഇരുന്നിട്ട് ഒരു സീൻ ഡിസ്കസ് ചെയ്ത് കളയാം എന്ന തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. കലഹങ്ങൾക്കിടയിലൊക്കെ ആയിരിക്കും നമ്മളത് പറയണ്ട. അപ്പം നമ്മൾ ഒരു പൃഥ്വിരാജിനെ കാണാൻ പോകില്ലേ, അപ്പം വലിയ സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ ആയിട്ട് അവന്റെ മനസ്സിലുണ്ടാവും. ഒന്നും കടലാസിലില്ല, കഥ ഇവന്റെ കയ്യിലുണ്ടാവും. പോകുന്ന വഴിക്ക് പോലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഉരുള് പൊട്ടിയിട്ട് ഒരു പ്രദേശം മുഴുവൻ ഇടിഞ്ഞു പോയ സ്ഥലത്തൂടെ നമ്മൾ അവിടെയായിരുന്നു കോട്ടയം. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതൊക്കെ അപ്പൊ ഇവരിലുള്ള കോൺഫിഡൻസിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പൃഥ്വിരാജ് കാണുന്നത് ഷാജി സാറിന്റെ ലൊക്കേഷനിലാണ്. അപ്പം സുജിത്തേട്ടൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അപ്പൊ നമ്മള് കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് നേരത്തെ. അപ്പം കരവനിൽ പോകുന്നു, പുള്ളി നമ്മളെ കൊണ്ടിരുത്തുന്നു. അപ്പൊ നമുക്ക് ചെയർ ഇരുന്നു എന്ന കഥ പറയാന്ന് പറഞ്ഞു. അബിൻ ഏതാണ്ട് ഒരു 3-4 മിനിറ്റിൽ ആ സിനിമയുടെ വലിയ സിനിമയത് 3 മിനിറ്റിൽ 4 മിനിറ്റിൽ ആ കഥ പറഞ്ഞു. ഇന്റർവെൽ ആണോന്ന് ചോദിച്ചു കുറിച്ച്. അല്ല, ഇതൊക്കെ ബാക്കി ഇത്രേ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ, കഴിഞ്ഞു ഫുൾ ഫിൽ. അപ്പൊ എന്നെ നോക്കി, ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെ മനസ്സിലായി. പക്ഷെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ സാധനം പൃഥ്വിരാജിന് കിട്ടി. പുള്ളി പറഞ്ഞു ഞാൻ സാധാരണ സ്ക്രിപ്റ്റാണ് ചോദിക്കാറ്, ഫുൾ സ്ക്രിപ്റ്റ്, നമുക്ക് ഇതിന്റെ ഒരു 1 ലൈൻ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം എന്ന് അന്ന് ആ ഘട്ടത്തിൽ പറഞ്ഞത് എനിക്ക് ഓർക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇവര് കഴിഞ്ഞ എന്ന തരത്തിൽ. അപ്പൊ അത് അവന്റെ ഉള്ളിലത്തെ കഥ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും. ഞങ്ങൾ രാജ്ബി ഷെട്ടിയില്ലേ ഡയറക്ടർ നടൻ, പുള്ളി അടുത്ത് ഞങ്ങൾ ഇടയ്ക്കൊരു പടം ചെയ്യാൻ വേണ്ടി പുള്ളി അടുത്ത് കഥ പറയാൻ പോയി. അപ്പം അത് തമിഴും കന്നഡ നമുക്ക് അറിയത്തില്ല, ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആയിട്ടാണ് കഥ പറഞ്ഞത്. അപ്പം കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു
മോശം നറേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം രാജ്ബി ഷെട്ടി പറഞ്ഞ ഡയലോഗ് ഉണ്ട്, നമ്മൾ ഏറ്റവും മോശമായിട്ട് ഡയറക്ടർ നറേറ്റ് ചെയ്തിട്ടും ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല അതാണ് രാജ സംവിധായകൻ കൂടിയാണ്, എഴുത്തുകാരനും. ഗംഭീരമായ സിനിമകൾ എടുത്തിട്ടുള്ള ഒരാളാണ് പുള്ളി. പറഞ്ഞത് പുള്ളി പർപ്പസ്ഫുള്ളി ഏറ്റവും മോശം നറേഷൻ കൊടുക്കുന്നു, ഇമോഷനൊക്കെ താത്തി പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ സിനിമയിൽ അബിന്റെ കഥകള്, അവൻ ബേസിക്കലി കഥാകൃത്താണല്ലോ, കഥാകൃത്ത് ജേർണലിസ്റ്റ് അങ്ങനെയാണോ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കഥകളിൽ ചരിത്രപരതയുള്ള കഥകളാ അബിന്റെ, ചരിത്രത്തിന് വിട്ടിട്ടുള്ള കളിയില്ല അല്ലെ? അങ്ങനെ തന്നെയാ തോന്നുന്നു ഇതിനകത്ത്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. ആ ചരിത്രത്തിന്റെ മേലെ നിന്നിട്ട് നമുക്ക് എന്തും ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഗതി ബേസിക് ആയിട്ട് അടിത്തറയായിട്ട് കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തന്നെയാണോ ഇതിന്റെ സാധനം? അല്ല, എനിക്ക് ചരിത്രം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഉമ്പർട്ടോ എക്കോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ എന്തിനാണ് ചരിത്രം എഴുതുന്നത്, നമ്മൾ ഫിക്ഷൻ എഴുതുക, അത് പിന്നീട് ചരിത്രമാവുന്നു. അപ്പം അത്തരം ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ക്വിന്റിൻ ടാരന്റിനോടെ പല സിനിമകളിലും ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിലൊക്കെ അവസാനം ഹിറ്റ്ലറെ കൊല്ലുന്നതാണ്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര, അത്തരം സാധനങ്ങൾ നമ്മൾ ശരിക്കും നമ്മൾ റിയലി കണ്ട ഒരു ഇവന്റ് ഉണ്ടാവും, ഒരു ചരിത്രം ഉണ്ടാവും, പക്ഷെ അതിന്റെ പുറകിൽ വേറൊരു ചരിത്രം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റിയാൽ അതിന് ഭയങ്കര ഒരു കൗതുകമുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ല അങ്ങനെ ആയിരുന്നിരിക്കാം എന്നൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഭയങ്കര കൗതുകമുള്ള സാധനം എന്നെ സംബന്ധിച്ചോളം. നമുക്ക് അറിയാവുന്ന ആളുകൾ, ചരിത്ര പുരുഷന്മാര്, പക്ഷെ അവരുടെ വേറെ ഷെയ്ഡ് അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു കഥ എന്ന് പറയുമ്പോഴേ കേട്ടിരിക്കാൻ സുഖമല്ലേ. സിക്കി ജാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ സമരചരിത്രത്തിൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ജാനുവിനെ നിഷേധിച്ചോണ്ട് നമുക്കൊരു ഭൂസമരത്തെ, ജാനുവിന്റെ പിൽക്കാല വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ജാനുവിന് മറികടന്നുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഭൂസമരത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരുപാട് അവരെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ പോലും അതിനൊരു ഹെവിനെസ് ഇല്ലേ വേറെ അങ്ങനെ തോന്നിയ ഉണ്ട്. അതായത് പക്ഷേ ഈ സിനിമ നിൽക്കുന്ന ആംഗിൾ ഇപ്പുറത്താ നമ്മളിതിനകത്ത്. അപ്പൊ എളുപ്പമാണ് നമുക്ക്. മറ്റേത് നമ്മൾ അവിടുന്ന് കഥ പറയുമ്പോഴാണ് ഈ പറയുന്ന മറ്റേ ഓഫ് ബീറ്റ് സ്വഭാവം വരുന്നതും നമുക്ക് കുറെ കൂടെ പ്രയാസം ഉണ്ടാവുന്നത്. ഇവിടെ ഓഫ് ബീറ്റ് ആവുന്നത് അത് ഈ മെജോറിറ്റിന്റെ പ്രശ്നമാണ്. അപ്പം ഇപ്പുറത്ത് നമ്മൾ കഥ പറയുമ്പോൾ കുറെ കൂടെ എളുപ്പമാണ്. കാരണം ഒരു ലൈനിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു ഘട്ടം വരെ പോകുന്നത്. പിന്നീട് ആ ഇമോഷനും ആ ഹെവിനെസ്സും ഇങ്ങോട്ട് വരികയാണ്, ആ ബോർഡർ കടന്നിട്ട് ഇങ്ങോട്ട് വരികയാണ്. അടിമമക്ക എന്ന് പറയുന്ന നമ്മളൊരു ജാനുവിന്റെ പുസ്തകമുണ്ട്. നിങ്ങളുടെ ഒരു റെഫറൻസ് മെറ്റീരിയൽസ് എന്തൊക്കെയായിരുന്നു? ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നതല്ല, കാരണം ഇത് ചരിത്രവുമായിട്ട് അത്രയും കലർന്ന് കിടക്കുന്നതുകൊണ്ട് ചോദിക്കാം. അബിന്റെ സ്ക്രിപ്റ്റാണ് എന്റെ റെഫറൻസ് മെറ്റീരിയൽ. അതിനപ്പുറത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ മുത്തങ്ങ ബ്രൂട്ടാലിറ്റി ഫുൾ ഫുട്ടേജ് എന്റെ കയ്യിലുണ്ട്. ഷാജി ഏട്ടൻ സുഹൃത്താണ്. ഷാജി ഏട്ടൻ വഴിയല്ല, നമുക്ക് വേറെ വഴി കിട്ടിയപ്പോൾ ഷാജി ഏട്ടൻ ഇന്ററാക്ട് ചെയ്യുന്ന മുത്തങ്ങിലെ സമരത്തിൽ അന്നുണ്ടായത് രാംദാസ് മുത്തങ്ങ എന്ന് പറഞ്ഞ ആള് വന്നിരുന്ന രാമേട്ടനായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ജനങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മറ്റൊരു സിനിമ പോലെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഇതിന് മുൻധാരണകളിൽ മുൻ മാതൃകകളോ ഇല്ലാത്തൊരു തിരക്കഥയായിരുന്നു. അപ്പൊ നമുക്ക് ആ പോലീസ് റയറ്റ് എന്നുള്ളത്, അല്ല കലാപം എന്ന് പറയാൻ പറ്റില്ല ശരിക്കും, മറ്റൊരു തരത്തിൽ അതിനെ പോലീസ് ബ്രൂട്ടാലിറ്റി എന്ന് തന്നെ പറയണം. അതിന് ഉള്ള ഷോർട്ട് റെഫറൻസുകൾ പോലും നമുക്ക് മുൻ സിനിമകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ പണ്ട് IVC സാർ ഒക്കെ ചെയ്തത് അത് പക്ഷെ കുറച്ചും കൂടി വാസ്റ്റ്, മറ്റൊരു തരത്തിലുള്ള ഗെയിം. പുതിയ കാലത്ത് അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അതാണ് എൻ്റെ ഈ സിനിമയിലുള്ള ചലഞ്ച്. വേറെ പ്രത്യേക പ്ലാനിങ്സും റെഫറൻസുകളൊന്നും എടുത്തിട്ടില്ല, സ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള. പിന്നെ നിരന്തരമായി നമ്മൾ സംസാരിക്കും. ഈ ഭൂമി എന്ന് പറയുന്ന ഒരു സംഗതിന്റെ രാഷ്ട്രീയം, അതിനകത്ത് ബഷീർ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇമോഷണലി, നമുക്ക് വീട്ടിൽ പോയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാനും ഇതാക്കാനും ആളുകളുണ്ട്, അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അല്ലേ? ഭൂമിയുടെ രാഷ്ട്രീയമേ നമ്മളെ നിരന്തരം അലട്ടിയാൽ മാത്രമേ അത്തരത്തിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ആ ഒരു വീക്ഷണം എന്താ? അതായത് ഈ നമ്മുടെ ആർളം ഫാം ഉണ്ടല്ലോ, പിൽക്കാലത്ത് സെറ്റിൽമെന്റിനായിട്ട് സ്ഥലമാക്കപ്പെട്ടത്, അത് എന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഈ പിന്നെ. അപ്പൊ ഞങ്ങളുടെ വീട് എന്റെ അപ്പന്റെ തറവാടിന്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാടായി. അവിടെ ആണ് അന്ന് കുടിലുകളിൽ താമസിച്ചിരുന്നത്. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഒരു അടക്കായ്ക്കും വെറ്റിലിക്കൊക്കെ ആയിട്ട് വരും. അപ്പൊ വല്യപ്പനൊക്കെ ആയിട്ട് സംസാരിക്കും. അപ്പൊ നമ്മൾ കാണുമൊക്കെ. അന്നത്തെ വേഷമൊക്കെ വ്യത്യാസമായിരുന്നു, ഇന്നുള്ളത് പോലെ അല്ല. പിൽക്കാലത്ത് എനിക്ക് തോന്നി സെറ്റിൽമെന്റിനൊക്കെ ശേഷമാണ് നമ്മുടെ ഒരു മെയിൻ സ്ട്രീമിൽ കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടുന്നത്. 4 ലക്ഷം പേർക്ക് പട്ടയം പൂർണ്ണമായില്ല എന്നുള്ളതാണ്. അക്സെപ്റ്റൻസ് കിട്ടാനുള്ള സ്ഥാനത്ത് അവരുടെ പൈസകളുണ്ട്. അന്ന് ഇതേപോലെ പണിക്ക് പോകുന്നു, ഇതേപോലെ നമ്മുടെ പറമ്പുകളിൽ വരുന്നു, വെറ്റിലെ അടക്ക എടുക്കുന്നു എന്ന് പറയുന്നിടത്ത് നിന്ന് അവർക്ക് സ്വന്തമായ സ്ഥലമുണ്ട്,
അതിൽ നിന്ന് വരുമാനമുണ്ട്. പിന്നെ അല്ലാണ്ട് അഡീഷണൽ പണിക്ക് പോകുമ്പോൾ പൈസ ഉണ്ടായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ഈ മെയിൻ സ്ട്രീം സൊസൈറ്റി അംഗീകരിക്കാൻ തുടങ്ങിയത്. പണ്ട് അതിന് മുന്നേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല അപ്പം മെല്ലിച്ച് പറഞ്ഞാൽ ഈ കൊടുത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ വന്നതിൽ ഉണ്ട് ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴും അതെങ്ങനെ വിനിയോഗിക്കണം എന്നറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പം ഇപ്പം എനിക്കോ അനുരാജിനോ കൃഷി ചെയ്ത് പരിചയമില്ലാത്ത ആളുകളാണ്. നമുക്ക് നാളെ ഒരു 10 ഏക്കർ സ്ഥലം വീതം അല്ലെ വയൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കാര്യം ഇരിക്കലേ നടക്കുള്ളൂ. നമുക്കിത് ഏത് കാലത്ത് ഞാറ് നടണമെന്ന് അറിയത്തില്ല, ഏത് കാലത്ത് വിളവെടുക്കണമെന്ന് അറിയില്ല. ഇത് അറിയാത്ത ആളുകളാണ്. അപ്പൊ വളരെ സ്വാഭാവികമാണ് അത്. അപ്പൊ തമാശക്ക് അപ്പുറത്ത് അതിന് ഭയങ്കര പെയിൻഫുൾ ആയ നമ്മള് ഇപ്പൊ സ്റ്റേറ്റിന് സ്ഥലം കൊടുത്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അവരുടെ ജീവിതം അപ്പൊ അതിനുള്ളൊരു നമ്മുടെ ഈ പട്ടയം വിതരണത്തിൽ പോലും ഉണ്ടായിരുന്ന അപാകത അതാണ്. ഇപ്പം ഒരാൾക്ക്, അതായത് ആദിവാസി എന്ന വിഭാഗത്തിലെ ആൾക്കാരെ അഡ്രസ് ചെയ്യേണ്ട അങ്ങനെയല്ല. ഇപ്പം റബ്ബറിന്റെ ഒരേക്കർ റബ്ബർ തോട്ടം കൊടുത്താൽ അത് എങ്ങനെ പ്രോസസ് ചെയ്യണം എന്നറിയില്ല, കാപ്പിക്കുരു എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പൊ ഫുഡ് കൾച്ചർ പോലും അപ്പൊ അതിന് ശരിക്കും അത്തരത്തിലുള്ള റിസർച്ചിനും പരിപാടികളും ഒരുപാട് പൈസ ചെലവഴിക്കണം. തനത് ഗവൺമെന്റുകളെല്ലാം തന്നെ പൈസ ചെലവഴിക്കണം. പക്ഷെ അത് റൂട്ടഡ് അല്ല, കൃത്യമായി അതൊരു അതായത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ചിലപ്പം ഫണ്ടും പരിപാടിയൊക്കെ പാസ്സാക്കുന്നത് മാത്രമല്ല, ഇതിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ആൾക്കാർ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. പൗരനെ വലിയ രീതിയിൽ വില വെക്കാത്തൊരു സിസ്റ്റം ആയതുകൊണ്ട് ഇതില് രണ്ടടക്കയും വെറ്റിലേക്കും വേണ്ടിയിട്ട് 6 രൂപയുടെ ഒരു കേസ് വരുന്നുണ്ട്. അത് കാണുമ്പോഴേ ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബിന്ദുവിനെയും വിനായകനെയും അത് അവിടുത്തെ വയനാട്ടിലെ ജോഗി ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ തന്നെ അല്ലേ ആ ഒരു റെപ്രസെന്റേഷൻ. അതെ അതെ. എന്ന് മാത്രമല്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് ജീവിതം ഞാനും തൊട്ടടുത്താണ്. ഇപ്പോ ഞങ്ങള് LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത് 96 മുതലുള്ള സമയം. അപ്പം അന്ന് മഴക്കാലം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ്, സാധനങ്ങൾ, അരി, ഇതെല്ലാം ഓരോ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറ്റുന്നത് പോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വിസിറ്റിന് പോകും. അന്നത്തെ ഇവർ കുടിലായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന കൂട്ടമായിട്ടാണ്. അപ്പൊ വെച്ചാല് ഭയങ്കര മോശമാണ്. അതിനകത്തൊന്നും താമസിക്കാൻ പറ്റില്ല. പനയോലയും ഓലയും പിന്നെ എവിടുന്നേലും കിട്ടുന്ന ടാർപ്പായൊക്കെയാണ്. അന്ന് ഫ്ലെക്സുകൾ അത്ര സജീവം പോലും അല്ല. അപ്പം ഫ്ലെക്സ് ആണ് ചോരാതിരിക്കുമെങ്കിലും ചെയ്യും. പക്ഷെ ഓല എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ചോരും എത്ര. അപ്പൊ അത്ര മോശം. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാധാരണ ഇതിൽ നിന്ന് മണ്ണ് കെട്ടിയിട്ട് തറ ഉണ്ടാക്കുന്നത് ഒരു ചതുരത്തിലായിരിക്കും കുടില്. അതിനുള്ളിൽ മുറികൾ കുറവാണ്. മനസ്സിലായി, മുറികൾ തിരിക്കലോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും സ്കൂളിൽ നിന്ന് ഇതിൽ കൊണ്ടുപോകായിരുന്നു. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ട്. അവിടെ ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെ കിടക്കും എന്നൊക്കെ. നമ്മൾ സുരക്ഷിതമായ ഒരു ഇതിൽ നിൽക്കുമ്പം ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ആ ഡയലോഗ് എഴുതാനുള്ള ഒരു റെഫറൻസ് നമ്മുടെ ജീവിതാനുഭവം കൂടെയാണ്. ഈ രാഷ്ട്രീയ ഒരു 2 മെയിൻ സ്ട്രീം സിനിമാക്കാരെ, അതായത് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ചത് 2 മെയിൻ സ്ട്രീം സിനിമാക്കാര് ഒരു വലിയ മാർക്കറ്റിൽ ഇറക്കിയ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ രാഷ്ട്രീയത്തെ പറ്റിയിട്ടും ആദിവാസി ജീവിതത്തെ പറ്റിയിട്ടും. അത് സത്യത്തിൽ സിനിമയുടെ മാറ്റമാണോ, സിനിമയിലേക്ക് പുതിയ ചിന്തകൾ വരുന്നതിന്റെ മാറ്റമാണോ, എങ്ങനെയാ അതിനെ കാണാൻ പറ്റുക? ഈ സിനിമയിൽ ആദിവാസികൾ എങ്ങനെയാണ് കാലങ്ങളായി കാണിച്ചത്? കൊക്കയിൽ വീഴുന്ന നായകൻ, താഴെ ഒരു വെള്ളച്ചാട്ടം തഴുകിയ പച്ചമരുന്ന് അരച്ചു കൊടുക്കാൻ വരുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതാണ് ആദിവാസികളുടെ കാലങ്ങളായി നമ്മൾ അടയാളപ്പെടുന്നത്. അല്ലാത്ത സിനിമകളുണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നായകനും പിരിഞ്ഞൊരു കാട്ടിൽ ഉൾപ്പെടുന്നു. അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരു ആദിവാസി നൃത്തം. അതും നമ്മുടെ ഏറ്റവും സോഫ്റ്റ് കോണിന്റെ അങ്ങേയറ്റത്തിലാണ് അത് പോയി ചെന്ന് നിൽക്കുക. നെല്ലിലൊക്കെയാണെന്ന് എനിക്കൊന്ന് കുറേ കൂടെ അത്തരം സമീപനങ്ങളോടുള്ള ഒരു പോരാട്ടം കൂടി ഉണ്ട് ഈ സിനിമയിൽ. അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് പ്രകൃതി സിനിമ ആക്കപ്പെടുകയും ഇതിനെ മറ്റൊരു തരത്തിൽ താഴെപ്പെടുകയും ഇത് ഓടാത്ത സിനിമ. ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഏതാണ്ട് ഒരു 30ഓളം പ്രൊഡ്യൂസേഴ്സിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വളരെ നല്ല സ്ക്രിപ്റ്റാണ്, ഇത് വളരെ നന്നായിട്ട് അനുരാജ് എടുക്കുകയും ചെയ്യും, പക്ഷേ തിയേറ്ററിൽ ഓടില്ല എന്ന തരത്തിലന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കഥ, നന്നായി സംവിധായകൻ ചെയ്യും, ടോവിനോ തോമസ് അഭിനയിക്കുന്നു, എന്നാലും ഓടില്ല. അയാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല, ഞാൻ പുള്ളി ട്രിവാൻഡ്രത്താണ് കണ്ടേ, എനിക്കൊന്ന് വന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ എന്നാ. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നല്ല, കല പ്രതികാരം ചെയ്യുന്നത് അങ്ങനെയാണ്, ആർട്ട്.
ഇങ്ങോട്ട് വരുന്നത് തൊട്ട് മുന്നേ തിരക്കഥാകൃത്ത് ബാബു ജനാർദ്ദനൻ ബാബുചേട്ടൻ പുള്ളി ഇത്തരം പല അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. വാസ്തവത്തിൽ തന്നെ മുത്തങ്ങ ഉണ്ടല്ലോ. വാസ്തവത്തിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടറാണ് ക്യാരക്ടറിന്റെ മാനിപ്പുലേഷൻസ് ആണ് മുത്തങ്ങ നടക്കാൻ കാരണം എന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് സിനിമയിലുണ്ട്. തലപ്പാവിൽ നക്സൽ വർഗീസ് പുള്ളി പറഞ്ഞത് അന്ന് ഞങ്ങൾ ഈ സിനിമകളൊക്കെ നടത്തിയപ്പോൾ തിയേറ്ററിൽ അത്ര വിജയിക്കാതെ വന്നപ്പോൾ ഉണ്ടായ നിരാശകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ പടം ഫുൾ ഹൗസിൽ കണ്ട് ആളുകൾ കരയുന്നത് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പാരലൽ സിനിമന്റെ ഡോക്യുമെന്ററികളുടെ ഒക്കെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ഇങ്ങനെ പറയാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സാമ്പത്തികമായിട്ടും അവരുടെ എഫേർട്ടും ഒക്കെ ചെയ്ത് മടുത്തിട്ടും ഒക്കെ പോയിട്ടുള്ള ഒരു തലമുറയുണ്ട്. പറയാൻ ശ്രമിച്ച് ടെലിവിഷനിലാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ള. അതിൽ നിന്ന് ഒരു അടുത്ത ഒരു ക്വാണ്ടം ജമ്പ് നടത്തുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാലോ? അസുഖമുണ്ട്. അല്ല, ഇത് ഈ സെറ്റിങ്സ് ശരിയല്ല എന്ന് വെച്ചാൽ ഇത് ആരോട് പറഞ്ഞു മനസ്സിലാക്കും. ഈ ഇടയ്ക്ക് നമുക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. വീണ്ടും ടെംപ്ലേറ്റ് സ്വഭാവത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകണം. അത് മോശം നല്ല പറഞ്ഞു. തിയേറ്ററിൽ ആൾ വരണം. ഇതൊരു ജനകീയ കലയാണ്. അതിന് ചുറ്റുപറ്റി ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. തിയേറ്ററിൽ ആൾ വരുന്നതനുസരിച്ച് അതിന്റെ ചുറ്റുമുള്ള ആ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിന്റെ പരിപാടിയൊക്കെ ഡെവലപ്പ് ആകും. എന്നാൽ പോലും ഒരു സിനിമയെ മുൻനിർത്തി ആ സിനിമ പോലെ തന്നെ മറ്റു സിനിമകളെ വരുത്തണം. ഇത് വേറെ സിനിമയാണ്, ഇതിൽ കൊമേഴ്ഷ്യൽ പാട്ടില്ല, ഇതിൽ ഫൈറ്റ് ഇല്ല എന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റുന്നത് ഭയങ്കര നിരാശയുണ്ട്. നിരാശ നമ്മൾ സ്വയം ഡിസ്കസ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാന്നല്ലാതെ മാത്രമല്ല ഓഡിയൻസിന്റെ ടേസ്റ്റിനെ അത് ബാധിക്കുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നു ആ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ചിലപ്പോൾ അതിന് തന്നെ ആയിട്ട് കാത്തിരിക്കുന്ന ഓഡിയൻസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ അത് എന്താ ചെയ്യാ? ഇല്ല, അത് തിരുത്താൻ പറ്റും. തിരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ സിനിമ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ഓഡിയൻസ്, നമ്മൾ മലയാളം ഓഡിയൻസ് ഭയങ്കര അടിപൊളി മനുഷ്യന്മാരാണ്. അവർക്ക് നല്ലത് കൊടുത്താൽ അവർ രണ്ടുപേരും സ്വീകരിക്കും. എന്നാൽ നിങ്ങൾ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്ന തരത്തിലുള്ള യൂഷ്വൽ ടെംപ്ലേറ്റ് കൊടുത്താൽ അതും ഇത് ലൗഡാണ്. സിനിമ ലൗഡാണ്, ഓഫ് കോഴ്സ് ലൗഡാണ്. അതിന്റെ എൻഡിൽ ലൗഡാണ്. ഒരു മുദ്രാവാക്യ സ്വഭാവമൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പക്ഷെ അപ്പോഴും ഇതിന്റെ സിനിമാറ്റിക് എലമെന്റ്സ് പക്കയാണ്. അതുകൊണ്ടാണ്, അതായത് ഈ മറ്റ് സിനിമകളൊക്കെ പലപ്പോഴും ഈ രാഷ്ട്രീയം പറയാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന സിനിമ പാളിപ്പോകുന്നത് ഈ ഒരു ആസ്പെക്റ്റിലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തേ? എന്താ വെച്ചാല് നമ്മൾ വളരെ ബേസിക് സാധനങ്ങൾ മാത്രമേ ഇത്രയും ഗഹനമായ ചർച്ച ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അനുരാജ് ഒരിക്കലും ഈ സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ടേ ഇല്ല. അനുരാജിന് ഒരു കൺവിക്ഷൻ ഉണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം അനുരാജ് മനസ്സിൽ കാണുന്ന ഏകദേശം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കും അറിയാം. അപ്പൊ ഈ നമ്മുടെ രണ്ട് ചിന്തകൾ ഏതാണ്ട് ഒരു പോയിന്റിലാണ് പോകുന്നത്. അപ്പം ഇത് ഞങ്ങൾ ആകെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ ജെന്യൂൻ ആയിട്ട് കഥ പറയാം, എൻഗേജ് ചെയ്യിപ്പിക്കാന്നുള്ള. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ ജേർണലിസ്റ്റുകളാണ്. അപ്പൊ ജേർണലിസത്തിന് വേണ്ടിയിട്ട് ഒരു സിനിമ എടുത്തെന്ന് വെച്ചു, അത് എൻഗേജിങ് അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടിട്ടിരുന്ന് ചീത്ത പറയും. അത്തരത്തിലുള്ള സിനിമകളുണ്ടായിട്ടുണ്ട്. അത് വളരെ സ്വാഭാവികം. നമ്മള് ജേർണലിസ്റ്റിലായിട്ട് മാത്രം പറഞ്ഞ ഇവന്റെ ഭാര്യയും ജേർണലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിൽ പറഞ്ഞു. അപ്പൊ പക്ഷെ അതിൽ ഭയങ്കര കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഉള്ള ഒരു ജേർണലിസം സിനിമ വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾക്കറിയുന്നത് ഇപ്പം ജേർണലിസം ബേസ് ആയിട്ടുള്ള എല്ലാ സിനിമയും നല്ല ബോറാ. പക്ഷെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളെ സിനിമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ. മാധ്യമപ്രവർത്തകർക്കകത്തുള്ള പോലെയുള്ള കോൺഫ്ലിക്റ്റും എല്ലാം അതിന് ഭീകരമായ സാധ്യതയുണ്ട്. നമ്മൾക്കറിയുന്ന കഥകൾ തന്നെ എത്രയുണ്ട്. അത് പറയുന്നത് നമുക്ക് തന്നെ ചളിപ്പാവും. അത് അത്ര വൃത്തികേടും. ആണല്ലോ അബിൻ, നിങ്ങൾക്കും ഞാൻ ഇന്ത്യ വിഷൻ ടുട്ടൂസ് ടവറിന്റെ പരിസരത്തായിരുന്നു 11 മുതൽ 2011 മുതൽ ഇങ്ങനെ കറങ്ങി നടക്കാം. അപ്പൊ എന്റെ കാറ്റിൽ പിന്നെ അച്ഛൻ 44 വർഷമായിട്ട് മാധ്യമപ്രവർത്തനാണ്. അപ്പൊ ഡയറക്റ്റ് കഥ പറയാന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു രീതി. സ്റ്റോറി എന്നാണ് പറയുന്നതെങ്കിൽ പോലും നമ്മൾ എഴുതുന്നത് മുഴുവൻ ഫാക്റ്റും അതിന്റെ ഒരു തരം ക്രോണോളജിക്കൽ ഓർഡറും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കഥ പറയാം. സിനിമാറ്റിക് രീതിയിനകത്ത് എങ്ങനെയാ മാറിയിരിക്കുന്നത്? അല്ല, സിനിമാറ്റിക് രീതിയിൽ എന്ന് വെച്ചാല് സീനുകൾ തമ്മിലുള്ള കണക്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്. അങ്ങനെയാണ് എൻഗേജ് ചെയ്തിരിക്കും. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ചൊന്ന് പതുക്കെ കഥ പറയണം എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ വെറുതെ ഓടിച്ചിട്ട് ടൈറ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ബ്രീത്തിങ് സ്പേസ് ഒക്കെ കൊടുത്ത് അടുത്തൊരു മൊമെന്റ് കൊടുത്ത് അങ്ങനെ പോകുന്നതാണ് അതിന്റെ. അപ്പം ഞാൻ ഈ സ്ക്രീൻ പ്ലേയിൽ ശരിക്കും ആ കഥാപാത്രത്തെ ഫോളോ ചെയ്യുക ചെയ്തിട്ടുള്ളത്. വർഗീസ് പീറ്റർ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടറിനെ ഫോളോ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം ആ ഒരു ഇമോഷൻ അപ്പോഴാണ് ഓഡിയൻ തുടക്കം തൊട്ടിട്ട് അയാളുടെ ഒരു ഇമോഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് അയാൾ കണ്ടുമുട്ടുന്ന ആ മനുഷ്യരുടെ ഇമോഷൻ അയാൾ ഉള്ളിലെടുക്കുമ്പം തൊട്ട് പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് അത് വരിക. അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചൊരു ടെക്നിക്ക് എന്ന് പറയാനുള്ളത്. അഭിന് ശരിക്കും ജേർണലിസ്റ്റ് എന്നുള്ള നിലക്കല്ല, അഭിന് ശരിക്കും ഒരു സിനിമാ നിരൂപകൻ എന്ന നിലക്ക്. പിന്നെ സിനിമാ നിരൂപണം പുതിയ കാലത്ത് വളരെ
അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഞാനില്ല. പണ്ടൊക്കെ സിനിമയ്ക്ക് ഒരു ലൈഫ് കൊടുത്തതിന് ശേഷം ഒരു അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും ഇതിന്റെ ഇത് വരെ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ചെമ്പരത്തി പൂ കാണുന്നു, അതിനെ ആസ്വദിക്കുന്നു, അതിനെ വിമർശിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്നു. അത് തന്നെയാവണം ഞാൻ കാണേണ്ടത്, എല്ലാവരും കാണേണ്ടതെന്ന് പറയുന്നത് ഭയങ്കര വൃത്തികെട്ട പണിയാണത്. ഇങ്ങനെയല്ല ചെമ്പത്തിപ്പൂ ഉണ്ടാവേണ്ടത്. അത്ര ദുരന്തകരമായ അവസ്ഥയാണ്. എന്നിട്ട് അതിന് വ്യൂവർഷിപ്പ് ഉണ്ടാവുന്നു. അതാണ് നിർണ്ണയിക്കുന്നത്. വർഗീസ് പീറ്റർ എന്നുള്ള പേര് യാദൃശ്ചികമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീസിനെ ഓർമ്മിക്കുന്നുണ്ട് നമ്മൾ വർഗീസ് എന്ന് വിളിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണോ? വർഗീസിനെ ഓർമ്മിപ്പിക്കാൻ തന്നെയാണ്. ഉറപ്പായിട്ടും വർഗീസ് അല്ലാതെ എനിക്ക് ആ ചില മൊമെന്റുകളിൽ വർഗീസായി ടോയ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഗുസംസ് തന്നിട്ടുള്ള പരിപാടികളുണ്ട്. പക്ഷെ നമ്മൾക്കുള്ളിൽ ഈ ഫയർ ഉണ്ട്. ഇപ്പൊ രണ്ടുപേരും നമ്മൾ രണ്ടും അതെ. ഞാൻ പറഞ്ഞ വിരുദ്ധ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാർ നമ്മൾ രണ്ടുപേരും. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും പോസിറ്റിവിറ്റി എന്ന് വിചാരിക്കുന്നത്. അപ്പോ നമ്മൾ പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ ഒന്നിക്കുന്നുണ്ട്. 100%. നിങ്ങളുടെ 3 മീഡിയം ഉണ്ട്: ജേർണലിസം, കഥ, തിരക്കഥ, സിനിമ എന്ന് പറയുന്നത്. നിങ്ങള് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എവിടെയായിരിക്കും? ഇതിനകത്ത് ഭയങ്കര കോമഡിയാണ്. എനിക്ക് സത്യത്തില് എല്ലാ കാലത്തും എഴുത്തുകാരനാവുക എന്നുള്ളതായിരുന്നു ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം, സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ. അപ്പം ഡിഗ്രി ഒക്കെ കഴിയുന്ന സമയത്ത് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അല്ല, പ്ലസ് 2 കഴിഞ്ഞ സമയത്ത്, ഡിഗ്രിക്ക് ഒക്കെ ചേരാൻ സമയത്ത് എന്തെടുക്കണം, ലിറ്ററേച്ചർ പഠിക്കണം എന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ പ്ലസ് 2 സയൻസാണ് പഠിച്ചത്. അപ്പൊ ഇനി ഇത് എടുത്താൽ എന്ത് ചെയ്യുന്നൊക്കെയുള്ള നല്ല മാർക്കുള്ളതുകൊണ്ടല്ല. അന്ന് എന്റെ ക്ലാസ്സിലുള്ള എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും സയൻസാ. അപ്പൊ എനിക്കാണെങ്കിൽ ഈ മറ്റേ ഇൻട്രോവേർഷന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഹ്യൂമാനിറ്റീസിൽ പോയിരുന്നാൽ എന്താവും എന്നുള്ള ഇതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ സയൻസിന് പോകുന്നത്. പക്ഷേ എന്നിട്ടപ്പം ഈ ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഫിസിക്സ് എടുത്തു. ഫിസിക്സ് കഴിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എനിക്ക് യൂണിവേഴ്സിറ്റി കലാമത്സരത്തിൽ സമ്മാനം കിട്ടുന്നു. മാതൃഭൂമിയുടെ ബാലവന്തിയിൽ കഥയൊക്കെ വന്നു. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ജേർണലിസം പഠിക്കാൻ പോകുന്നത്. അതിന് കാരണം വെച്ചാൽ അന്ന് ആ സമയത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം ജേർണലിസ്റ്റുകളാണ്. സുഭാഷ് ചന്ദ്രൻ, പിന്നെ ഉണ്ണിയാറ്, കെ രേഖ, സിതാര ചേച്ചി പഠിച്ചത്, എച്ചിക്കാനം പഠിച്ചത്, ഇവരൊക്കെയാണ് വഴിതെറ്റിച്ച് ഞാൻ അതിൽ പോയത്. ഷാജികുമാർ, ഞാൻ പ്രമോദ് രാമന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ട ജേർണലിസ്റ്റ് കഥാകൃത്തുക്കളാവുന്നതാണോ അതോ പരാജയപ്പെട്ട കഥാകൃത്തുക്കൾ ജേർണലിസ്റ്റുകളാവുന്നതാണോ? ഞാൻ ജേർണലിസ്റ്റ് ആവുമ്പത്തിന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇതിൽ പരാജയമായിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്ഥാപനങ്ങള്, അത്യാവശ്യം പൈസ കിട്ടിയത് കൊണ്ട് കുറെ കാലം നിന്നുള്ളൂ. പിന്നെ പക്ഷെ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ കൂടെ ആളുകളായിട്ട് സംസാരിക്കാന്, യാത്ര ചെയ്യാന്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം കഥകൾ എഴുതുന്നത് കുറവാണെങ്കിലും നമ്മൾ എല്ലാ ദിവസവും എഴുതി നമ്മുടെ ഭാഷയ്ക്കൊരു വൃത്തി, ഒരു തഴക്കം വരും. നമുക്ക് ഏത് തരം എഴുതാനുള്ളൊരു ഒരു മിനിമം സാധനം കിട്ടുന്നു എന്നുള്ളത് സമയവും. ആ ചെറിയ സമയത്ത് എഴുതണമല്ലോ. പത്രത്തിലൊക്കെ പടപടാന്ന് ചെയ്യണല്ലോ. അപ്പൊ അത് ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ എഴുത്തുകാരനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. ഫിക്ഷൻ റൈറ്റർ. നിങ്ങളെങ്ങനെയാണ് സിനിമ തലയ്ക്ക് പിടിക്കുന്നത്? വേറെ ഒരു പണി അറിയില്ല. ഏറെക്കുറെ സത്യസന്ധമായ കാര്യം. എനിക്ക് വേറെ പണി അറിയില്ല. ഞാൻ മറ്റു പണികൾക്ക് പോയിട്ട് എനിക്ക് അതവിടെ സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ ഷിപ്പ്യാർഡിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്ന അവിടെ നിന്ന് എനിക്ക് അങ്ങനെയൊക്കെ കഥകൾ ആൾക്കാർ പറയുന്നു. അപ്പോ മാനസികമായ ഒരാഴ്ച പോലും അവിടെ ഞാൻ ഹാപ്പി ആയിട്ട് നിന്നിട്ടില്ല. ഞാൻ 4-5 മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ചെറുപ്പം മുതൽ പൈനൂർ എന്നുള്ള സ്ഥലത്താണ്, അവിടെ കൈതപ്പുറം എന്നുള്ള സ്ഥലത്താണ്. അവിടെ കണ്ടോന്താർ ദിവ്യ ടാക്കീസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഓർമ്മയാണ് എനിക്ക് സിനിമ. അവിടെ നിന്നാണ് ഞാൻ സിനിമാക്കാരനാവും എന്ന് തീരുമാനിക്കുന്നത്. വെച്ചാൽ സിനിമ കണ്ടതിന് ശേഷം അതിനുശേഷം കഥാപാത്രങ്ങൾ എങ്ങോട്ടായിരിക്കും പോകുന്നുള്ളൊരു വിയേർഡായിട്ടുള്ള കിടക്കുമ്പം അതിനെ കുറിച്ച് ആലോചിക്കുകയും, ചിലപ്പോൾ മരിച്ചു പോകുന്ന നായകനാണെങ്കിൽ അയാൾ ജീവിച്ച് തിരിച്ചെഴുന്നേറ്റ് വന്ന് എല്ലാം സന്തോഷിച്ചു പോകുന്ന അങ്ങനത്തെ കാഴ്ചകൾ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ കവിത എഴുതുന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മേരി ടീച്ചറാണ് കാർഗിൽ യുദ്ധകാലത്ത് കവിത എഴുതിയിട്ട് കൊടുത്തപ്പോ ഇനി നീ എഴുതരുത്. അപ്പൊ ആ വഴി കൂടുതൽ അപ്പൊ മേരി ടീച്ചറോട് ഞാൻ വലിയ ബഹുമാനം ഉണ്ട്. അതുകൊണ്ട് എന്നുവെച്ചാ അന്നൊക്കെ ഈ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ പരിപാടിയൊക്കെ നിർവഹിച്ചത്. പക്ഷെ മേരി ടീച്ചർ തന്നെയാണ് പതുക്കെ തിരിച്ചു വിട്ടത്. നാടകങ്ങൾ ചെയ്യും, കുഞ്ഞു കുഞ്ഞു നാടകങ്ങളൊക്കെ ചെയ്തു.
അന്ന് പുറംകാലം എന്നുള്ളൊരു നാടകം 5ാം ക്ലാസ് 6ാം ക്ലാസ് എഴുതി ഞാൻ സംവിധാനം ചെയ്തു. ഓ, ശരി. അത് സ്കൂളിൽ വൻ കയ്യടി പരിപാടി അർഹത. എന്തായിരുന്നു സാധനം? അതൊരു വസൂരി വരുന്ന ഒരു തെയ്യത്തിന്റെ കഥയാണ് പുറംകാലം എന്ന് പറഞ്ഞത്. അപ്പൊ അത് സബ് ജില്ലാ കലോത്സവത്തിൽ പോയപ്പോ ഏതാണ്ട് 25 നാടകം കൊണ്ട് നമ്മൾ 26ാമത്തെ നാടകമായി അതിനെ തരംതാഴ്ത്തി. അതോടുകൂടി സ്കൂളിൽ നമുക്ക് നല്ല വാം വെൽക്കം കിട്ടിയ സാധനം അതേ സബ് ജില്ലയിൽ തന്നെ പോയിട്ട് അങ്ങനെ അതും നിരാശാജനകമായ ഒരു നാടക പ്രവർത്തനമായിരുന്നു. പിന്നെ പതുക്കെ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ വരുന്നത് ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഒരു കുടിയേറ്റ പ്രദേശം. അപ്പോൾ അവിടെ പഠിക്കൽ മാത്രമേ കൂടുതലായിട്ട് നടത്തുള്ളൂ, മറ്റ് കലാപ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു സ്കൂളിൽ. ഹയർ സെക്കൻഡറി അവിടെയാണ്. പിന്നെ എടൂര് ഹയർ സെക്കൻഡറി പോയപ്പോഴാണ് സെലസ്റ്റിൻ മാഷ് അഗ്നിസാക്ഷി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിസാക്ഷി നിങ്ങൾ വായിക്കണ്ട പഠിക്കണ്ട, നിങ്ങൾ വരൂ കമ്പ്യൂട്ടർ ലെവലിലേക്ക് വരൂ, പിന്നെ സിനിമ കാണാം എന്ന് പറഞ്ഞിട്ട് അഗ്നിസാക്ഷി സിനിമ എടുത്ത് കാണിച്ചു. അപ്പൊ ഞാൻ ബഹുമാനത്തോട് സെലസ്റ്റിൻ മാഷാണ് കൊള്ളാല കക്ഷി. നമ്മൾ സിനിമയാണല്ലോ, നമ്മൾ അടപടലം സിനിമയാണ് നമ്മൾ. അപ്പം സെലസ്റ്റിൻ മാഷോട് യോജിക്കുന്നു. മാഷ് മറ്റു സിനിമകളുടെ റെഫറൻസ് തരുന്നു, അത് സംസാരിക്കുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഫോണുകളൊക്കെ അവൈലബിൾ ആയി തോന്നി. അപ്പോൾ തോന്നിയ സാധനങ്ങളൊക്കെ ഫോണുകളിൽ N70 സീരീസ് ക്യാമറകളിൽ ഷൂട്ട് ചെയ്തു. പിന്നെ കോളേജിലെത്തിയപ്പോൾ ഇതേ പറഞ്ഞ ഷോർട്ട് ഫിലിം എടുത്തു. അത് കോളേജിൽ വെൽക്കമിങ് കിട്ടി. അത് ഞാൻ അതോടുകൂടി മുക്കി. കാരണം ഞാൻ മറ്റൊരാളെ കാണിക്കൂല എന്ന് വെച്ചാൽ നാടകത്തിന്റെ അനുഭവമുള്ളതുകൊണ്ട് അത് മുക്കി. അപ്പൊ ഷോർട്ട് ഫിലിം. പിന്നെ അന്ന് കോളേജിലുണ്ടായിരുന്ന എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ട്. ഞാൻ ഭയങ്കര സംഭവം. അവര് ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്കൊരു അവിശേഷി പരിവേഷവും അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും നല്ല ഷാജി കലാസ് പോലെയാണ് എന്നെ അവരെ കണ്ടിരുന്നത്. ആ കോളേജിലെ ഷാജി കലാസ്. എന്തിനാണ് ഇവരെന്നെ എത്രയും പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ആ പ്രോത്സാഹനവും ആ സഹായമാണ്, എൻ്റെ സുഹൃത്തുക്കളുടെ സഹായമാണ്. എന്നാ പിന്നെ സിനിമ അസിസ്റ്റന്റ് എന്നോട് എൻ്റെ വളരെ അടുത്തുള്ള സുഹൃത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഇതുപോലെ നീ ചെയ്യല്ലേ എന്നായിരിക്കും അവന് ഉദ്ദേശം ഉണ്ടാവുക. ഇതിന് പഠിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഉള്ള യാത്രയുടെ ഭാഗമായി സിനിമ പഠിക്കാൻ പോകുന്നു. സിനിമ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് ആഴത്തിലുള്ള കുറേ പരിപാടികളുണ്ട് എന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇതിന്റെ എസ്തെറ്റിക് സെൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം മനസ്സിലായത് പിന്നെ ഇത് സെക്കൻഡറി ആണ്. നല്ലൊരു തിരക്കഥ വേണം, കഥ വേണം, അത് പോർട്രേറ്റ് ആർട്ടിസ്റ്റ് വേണം. നമ്മൾ ഈ മാനേജ്മെന്റ് സ്കില്ലൊക്കെ പുറത്തെടുക്കേണ്ടി വരും. ചിലപ്പോൾ MBA ഹോൾഡർ ചിലപ്പോൾ നമുക്കുള്ളിൽ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കും തോറും നമ്മൾക്കുള്ളിലെ കോൺഫിഡൻസും കുറയുകയുണ്ടായത്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഇഷ്കിന്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയ സമയത്ത് ആ കഥ സിനിമ ചെയ്യണം. കഥ അതിന് നമുക്കൊരു ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ സ്പോട്ട് ഇംപ്രൂവൈസ് എഴുതിഷാട്ടം ചെയ്തത്. അപ്പം അങ്ങനെയുള്ളൊരു യാത്രയിലാണ് ഇപ്പം നരിവേട്ടിലെത്തുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുള്ളൂ, അത് വാശിയ പട്ടിണി കിടന്നാലും അത് ചെയ്യുള്ളൂ. അത് കൊള്ളാം. അന്നത്തെ സിനിമ ആലോചനകൾ തുടങ്ങുന്ന സമയത്തെ നമ്മൾ ചെയ്യും ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു പരിപാടി. എന്തൊരു സിനിമ ചെയ്യുന്നതായിരുന്നു? ആദ്യത്തെ എഴുതിയ സ്ക്രിപ്റ്റ് ബാലേട്ടൻ സിനിമ കണ്ടിട്ട് അതേപോലത്തെ സ്ക്രിപ്റ്റാണ്. ബാലേട്ടന്റെ പേര് മാറ്റി രാമേട്ടൻ, അത്ര ഈസി ആയിരുന്നു. അതാത് കാലങ്ങളിലുള്ള സിനിമകളാണല്ലോ നമ്മൾ സ്വാധീനിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇഷ്കിന്റെ കഥ കേൾക്കുന്ന മുമ്പ് ഒരു കഥ പ്ലാൻ ചെയ്തു. ദുൽഖറിന്റെ അടുത്ത് പറഞ്ഞൊരു കഥയാണ്. അത് ദുൽഖർ കേട്ടു, ബാക്കി എല്ലാവരും കേട്ടു. മമ്മൂക്കന്റെ പുള്ളിക്കാരൻ സ്റ്റാർ എന്നുള്ള സിനിമയിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ ആ ഘട്ടത്തിൽ അവരുടെ എല്ലാവരും പറഞ്ഞ് ആൻഡ്രോ ചേട്ടനാണ് പ്രൊഡക്ഷൻ. അവര് ദുൽഖറിന്റെ അടുത്ത് പോയിരുന്നു. അത് പിന്നെ നടന്നില്ല, പുള്ളിക്കത് വർക്കായില്ല. അത് ശരിക്കും ഇതുപോലെ ഒരു ഇമോഷണൽ ഡ്രാമ. അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. അതായത് അത് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഉള്ള ഒരു സംഗതിയാണ്. മനുഷ്യന്റെ ഉള്ളിലെ വൈകാരികതയുടെ ചിന്തയുടെ ഒക്കെ ഒരു സംഗതിയാണല്ലോ ഇഷ്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക്. അങ്ങനെ ഒരു സംഭവമാണ്. ആളുകളുടെ ഇമോഷൻസും ആളുകളുടെ ടെമ്പറാമെന്റും അവരുടെ ചിന്തകളും പ്രതികാരവും ഒക്കെ പേഴ്സൺസ് ആണ്. അവിടുന്ന് അതിന്റെ ഒരു വേറെ രൂപമാണ് എന്ത് നരിവേട്ട എന്ന് പറഞ്ഞ സൊസൈറ്റിയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. വ്യക്തികളിൽ കൂടി പറയുന്നത് മുഴുവനും ഒരു ജനതയുടെ ഒരു കഥയുടെ ഇത് തമ്മിലേ അങ്ങനെ ഒരു വൈരുദ്ധ്യം എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയാം. ഉണ്ട്. ഞാൻ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ചിന്തിച്ച അപകടമാണ് സിനിമ. നമുക്ക് ഇനി അടുത്ത സിനിമ നമുക്ക് ഇന്ന് ടെംപ്ലേറ്റിൽ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞ അപകടമാണ് അത്. അടുത്ത സിനിമ കഥ കേൾക്കുക, അതിന്റെ തിരക്കഥ വായിക്കുക. അത് നമ്മൾ എത്രമാത്രം എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ഈ പണ്ടാരം ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ നമ്മളെ എഴുന്നേറ്റ് ഓടിപ്പിക്കുന്ന തരത്തിലുള്ള കഥയും തിരക്കഥയും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെറിയ പാടില്ല. ഇത് പൂർണ്ണമായി ഞാൻ അതിൽ വിജയമല്ല. എനിക്ക് കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുന്ന ഏരിയകൾ സിനിമയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. പുതിയ പ്രൊഡക്ഷൻ ഹൗസാണ്, ടിപ്പും ഷിയാസ്കയാണ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ സിനിമ കമ്പനി. അപ്പോൾ അവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ വന്നവർ. അവർ പ്രൊഡ്യൂസേഴ്സ് അല്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇതിൽ ലിമിറ്റഡ് ബഡ്ജറ്റിൽ തീർക്കണം, ഇത്
ദിവസങ്ങൾ നീണ്ടുപോകരുത്. ടിപ്പു എൻ്റെ സുഹൃത്തും കൂടിയാണ്, അവനുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി നന്നാക്കാവുന്ന ഏരിയ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 100 പേർക്കും ഈ സിനിമ ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഇല്ല ഇല്ല, ഒരു തരത്തിലില്ല. അപ്പം വിമർശന ശബ്ദങ്ങളെയും നമ്മൾ കേൾക്കുന്ന എന്തുകൊണ്ടാ? ഇത് ഉണ്ടെങ്കിൽ തന്നെ കേൾക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാ? നമുക്കിത് അറിയുന്നു, നമ്മൾക്ക് തന്നെ അറിയുന്നതുകൊണ്ടാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ ചേരൻ സാറിന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചേ, നമ്മളിപ്പോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലേ 2 വ്യത്യസ്തമായ രാഷ്ട്രീയ വിചാരങ്ങളുള്ള ആളുകളാണെന്ന് പറഞ്ഞല്ലോ. നമ്മളൊരു സെൽഫ് സെൻസറിങ് നടത്തുന്നുണ്ടല്ലോ പൊതുവെ. ജേർണലിസ്റ്റുകൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും നമ്മളെ തന്നെ എഡിറ്റ് ചെയ്ത് പറയാൻ എഴുതാതെ പോകുന്ന സ്റ്റോറികളുടെ എണ്ണം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പറയാതെ പോകുന്ന കഥകളുടെ വ്യാപ്തിയും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിരുന്നിട്ട് 50 വർഷം മുമ്പിലത്തെ കഥയാണോ പറയുന്നത്? അല്ല, ഇപ്പൊ തന്നെ സെൽഫ് സെൻസറിങ് നടത്തുന്ന ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം 1 മിനിറ്റിൽ കിട്ടിയ വാർത്ത അര സെക്കൻഡ് മുമ്പ് വിടുക എന്നുള്ളതാണ്. അത് എന്ത് തരം വാർത്തകളാന്നുള്ളതാണ്. ക്രിറ്റിസിസം അല്ലല്ലോ അവിടെ നടക്കുന്നത്. എന്ത് തരം അത്തരം, അതായത് നമുക്ക് രാഷ്ട്രീയമായ ഭയമുണ്ടെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയ ഭയം നമ്മളെ സെൽഫായിട്ട് എഡിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇതിൽ നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഹാപ്പി ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ ആ സെൻസറിങ് നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത് ആ ഒരു ധൈര്യം ഉണ്ടെന്ന് അല്ലെ? നിങ്ങൾക്ക് ആശങ്കകളുണ്ടായിരുന്നു? എനിക്ക് ധൈര്യം കുറയുമ്പോൾ ഞാൻ അഭിൻ നോക്കും. അപ്പൊ അവന് ധൈര്യം കുറയുമ്പോൾ നോക്കും. അത്രേ ഉള്ളൂ. ഇല്ല, നമ്മളിതിനകത്ത് ഞങ്ങൾ പേഴ്സണൽ പൊളിറ്റിക്സ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല ആ കഥയുടെ ഫോക്കസ് പോകാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ ഇമോഷന്റെ ഫോക്കസ്. കാരണം ഡിസ്കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പൊളിറ്റിക്സ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആളുകൾ പടത്തിൽ കണക്റ്റഡ് ആയിരുന്നില്ലെങ്കിൽ കാര്യമില്ല. ഇതും അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇതിന്റെ സോള് വേറെ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നന്മയുള്ള ഒരു കാര്യമാണ്. അതിനെ വെറുതെ ഡിസ്ട്രാക്ട് ചെയ്യണ്ടെന്നുള്ളതാണ് തുടക്കത്തിൽ നമ്മുടെ അടുത്ത തീരുമാനം. അതിന് അങ്ങനെ പോയിട്ട് അതിനെ ഡീവിയേറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കണ്ട എന്നുള്ളതാണ്. ഈസിയാണ് അതൊക്കെ ചെയ്യാൻ, അല്ലേ? വളരെ ഈസിയാണ്. ഇതിലെ ക്യാരക്ടേഴ്സേ കൊറേ ആളുകളുണ്ടല്ലോ, മാസ് പടത്തെ IV ശശി, ഷാജി കൈലാസ് ഒക്കെ പറഞ്ഞ കുറച്ച് ആളുകൾ ഉള്ള ഒരു ക്യാൻവാസാ. അതിലെ അഭിനേതാക്കളെ ഈ ഗോത്ര സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അല്ലേ? അവരെങ്ങനെയാ നിങ്ങൾ സിനിമയായിട്ട്? ഇത് ശരിക്കും വയനാട്ടിൽ ഷൂട്ട് ചെയ്യണം നമ്മൾ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം കുട്ടനാട്ടില് ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയം. കുട്ടനാട്ടിൽ 10 ഏക്കർ സ്ഥലമുള്ള ഒരാള്, സപ്പോസ് വീടും ഉള്ള ഒരാള്, വയനാട്ടിൽ 1 സെന്റ് ഭൂമി ഇല്ലാത്ത ഒരാള്, ഒരു മഴക്കാലത്ത് ഇവർ രണ്ടുപേരും ഒന്നാ, ഒരേപോലെ 1 സെന്റ് ഇല്ല രണ്ടുപേരും. അതെ. അപ്പം അത്തരത്തിലുള്ള ഒരു കണക്ഷൻ അവൻ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുട്ടനാട്ടിൽ നിന്ന് പോയി വയനാട്ടിലേക്ക് പോകുന്ന ഒരാള്, വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് വളരെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡിലേക്ക് പോകുന്ന ഒരാൾ. ഇപ്പം നമ്മളിത് ഷൂട്ട് ചെയ്യാൻ ശരിക്കും വിചാരിച്ചിരുന്ന ഒരു നല്ല വരൾച്ച കാലത്താണ് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ നേരെ റിവേഴ്സിൽ ഡിസംബറിലാണ് ഷൂട്ട് ചെയ്തത്. സിനിമയ്ക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം വയനാട്ടിൽ പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം നമ്മൾ എത്രമാത്രം സത്യസന്ധമാവുക എന്നതിന്റെ ഭാഗം കൂടിയാണ്. നമുക്കിത് വേണമെങ്കിൽ അട്ടപ്പാടിയിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആർല ഫാമിലി ഷൂട്ട് ചെയ്യാം, നിലമ്പൂർ ഷൂട്ട് ചെയ്യാം. പക്ഷെ ഇതിന്റെ സത്യസന്ധമായ അവസ്ഥ എന്ന് വെച്ചാൽ ഇത് വയനാട്ടിൽ തന്നെ ചെയ്യാവുന്ന. അപ്പം ആദ്യത്തെ 2 ദിവസം ഇവരെ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്, നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഈ ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാർ സംസാരിക്കുകയും ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവരെ കോർഡിനേറ്റ്, ശരിയും അവിടെ നിൽക്കുന്ന കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ്, സിനിമയിൽ അഭിനയിക്കാൻ ഇവരെ ഉപയോഗിക്കുന്ന കോർഡിനേറ്റേഴ്സ്. അവർ ഇത് ശരിക്കും കുറച്ച് തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മീഷൻ അടിക്കുക. അപ്പം 900 രൂപ പ്രൊഡക്ഷനിൽ നിന്ന് വാങ്ങിയിട്ട് 600 രൂപ അവരെടുത്ത് 400 രൂപ അവർക്ക് കൊടുക്കുക. ഡീലേഴ്സിന് 600 രൂപ വെറുതെ കിട്ടുക. അങ്ങനത്തെ പരിപാടികളൊക്കെ അവിടെ നടന്നിരുന്നു, ഉള്ളതാണ്. നമ്മളെ സിനിമ നടക്കുന്ന സമയത്ത് നടന്നിരുന്നു. അപ്പൊ നമ്മളുടെ ടീമിലുള്ള ആൾക്കാരല്ല പറഞ്ഞത്, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ബുദ്ധിമുട്ടിയിരുന്നു. ഇവരെ വരവ് പോക്കുകൾ, ഭക്ഷണം, താമസം, മറ്റ് ദൈനംദിന പ്രവർത്തനത്തിനുള്ള സാധനം. അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് വരികയും അവർ കൃത്യമായി ഡീൽ ചെയ്യും, അവർക്ക് യാത്രാ സൗകര്യം സെറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം ഇതിന്റെ കോസ് അവർക്ക് പിടികിട്ടി, ഇത് ആർക്ക് വേണ്ടി ഈ സിനിമ എന്നുള്ളത് അവർക്ക് കിട്ടി. അത് സോൾ കണക്ഷനാണ്. അതിനുശേഷം പിന്നെ നമ്മൾ തമ്മിൽ സംവിധായകനും അതിൽ അഭിനയിക്കാൻ വന്ന ജൂനിയർ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ആർട്ടിസ്റ്റും എന്നുള്ള അപ്പുറത്ത് നമ്മൾ ഒരേ സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോകുന്നു എന്ന തരത്തിൽ രാത്രി പകലില്ലാണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ അവർക്കിടയിൽ തന്നെ കോർഡിനേറ്റേഴ്സ് വന്നു. അവര് നമ്മൾ വിചാരിക്കാത്ത, ഇപ്പൊ ഇതിനകത്തെ പാട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പാട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നു നേരത്തെ, പക്ഷെ അത് ഇന്നതാണെന്നോ ഇന്ന ഡിസൈൻ, അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. പ്രസാദിന്റെ പാട്ടാണ് നേരം പില്ലെന്താന്നുള്ള പാട്ട്. എങ്കിളക്കിനാവൂലി കണ്ണു തുറന്താൽ
നല്ല പാട്ട്. അത് പണി ഭാഷയുള്ള പാട്ടാണ്. പ്രസാദ് എഴുതി പ്രസാദ് പാടിയ പാട്ടാണ്. അപ്പൊ മഞ്ജു എന്നുള്ള കുട്ടി പാടിയിട്ടുണ്ട്. അതാണ് മായോ മായോ എന്നുള്ള പാട്ട്. നമ്മളിപ്പോ ഏതാണ് 10 പാട്ടുകളുണ്ട് സിനിമ. പക്ഷെ അത് അങ്ങനെയല്ല തോന്നുന്നത്, പാട്ടായിട്ടല്ല. അത് അതിന്റെ ഇതിലേക്ക് മുഴുകി അങ്ങ് ഇവരുടെ ലൈഫ് കാണിക്കുന്ന ഒരു സോങ് ഉണ്ടല്ലോ, അതില് ഒരു ചെറിയ ഡാൻസ് സാധനമുണ്ട്. അപ്പൊ അത് അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, ഞങ്ങൾ പെർഫോം ചെയ്തു തരാന്ന് പറഞ്ഞാൽ അവര് തന്നെ വന്ന് ചെയ്തു തരിക. അല്ല, നമ്മൾ ഈ ആദിവാസി ഗോത്ര സമുദായത്തിനെ മ്യൂസിയം പീസുകളാക്കുന്ന സമയത്ത് ഇതൊരു ഡോക്യുമെന്റേഷന്റെ സ്വഭാവം കൂടിയിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പിന്നെ അവരായിട്ട് തന്നെ അഡ്രസ് ചെയ്യാം. നമ്മൾ ഇത് സ്റ്റുഡിയോ കൊണ്ടുപോയിട്ട് നമ്മൾ പാട്ടാക്കുകയല്ല, അവരെ തന്നെ കൊണ്ടുവന്ന് അവരെ തന്നെ ചെയ്യിപ്പിക്കുന്ന അതിന്റെ ജെനുവിനിറ്റി ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. ഇവരുടെ ഓർമ്മയില് മുത്തങ്ങ അത്ര അതിലത്തെ പ്രായമായവരുടെ ഓർമ്മയില് മുത്തങ്ങ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെ സംസാരിച്ചോ? ഈ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? അവര് 1-2 സീനിയറായ ആൾക്കാർ പറഞ്ഞു അവർ സമരത്തിന് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ സംസാരിക്കാൻ അങ്ങനെ ട്രോമയിലാന്നേ അവർക്ക്. അതിനെ കുറിച്ചൊന്നും ഓർക്കാൻ, അത് പറഞ്ഞാൽ അബദ്ധമാവോ കേസാവോ ഭയം ഉണ്ടെന്നോ ഭയങ്കര ഫീൽ. കഴിഞ്ഞ ദിവസം സുകുമാരൻ ചാലിക്കത്തെ ഇന്നലെ വിളിച്ച് രാത്രി 1 മണിയൊക്കെ പടം കണ്ടിട്ട് കസിനാണ് അപ്പൊ എന്നെ വിളിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് രാത്രി 1 മണിക്ക് പടം കണ്ടിട്ട് എന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തായിരുന്നു. ഈ പുതിയ ജനറേഷന്റെ ആൾക്കാര് വിളിച്ചിരുന്നോ? നമ്മള് പ്രഗീഷേട്ടന്റെ മോള് കുഞ്ഞാമി തിരക്കഥാകത്ത് PG പ്രഗീഷ്, പുള്ളിയുടെ മകള് പ്രിയംവദ വിളിച്ച് നന്നായിട്ടുണ്ട്. എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ആ ജൻസിനെ ജൻസി കിഡ്സ് എന്ന് പറയുന്നവരെ അങ്ങനെ ചുരുക്കി കാണേണ്ടതില്ല. അവർക്ക് രാഷ്ട്രീയ ധാരണകൾ ഒരുപാട് പേരുണ്ട്. ഇമോഷൻ എപ്പോഴും ഇപ്പൊ ആകാശദൂത് ഏത് സീ കണ്ടാലും ഒരു നെഞ്ചൊന്ന് പിടയെങ്കിലും ചെയ്യും, പൊട്ടിക്കരഞ്ഞില്ലെങ്കിൽ. ഇതിനകത്തെ ഇങ്ങനെ വിങ്ങുന്ന ഒരുപാട് സന്ദർഭങ്ങള് നമുക്ക് പേഴ്സണലി മാത്രല്ല കേട്ടോ തോന്നണേ, നമുക്ക് ആ തിയേറ്ററിനകത്ത് ആ സാധനം ഫീൽ ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഡ്രാഗിങ് ആണെന്ന് പറയുന്നവരുണ്ട്. അത് പർപ്പസ്ഫുള്ളി നമ്മൾ പ്ലാൻ ചെയ്തതാ. അല്ല, ഇത് കഥാപരിസരം പറയണ്ടേ, ഇത് ഇയാൾ പോകുന്ന വഴി പറയണ്ടേ, ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ള എതിരഭിപ്രായം ഉണ്ടാവും. ഞാൻ അതിനെ റദ്ദ് ചെയ്യുന്നതല്ല, എന്നാൽ പോലും ചെയ്തതിലൊക്കെ ചിലപ്പോൾ തെറ്റുണ്ടാവും. എന്നാൽ പോലും ആ സമയം വേണം. സമയത്തിന് പിന്നെ നിരൂപിക്കാൻ സമയം തരും. ആ സമയം നമുക്ക് വേണം. അതിൽ എക്സിക്യൂഷനോ അല്ല അഭിനയിക്കുന്നതിലൊക്കെ വിരുദ്ധാഭിപ്രായങ്ങളുണ്ടാവും, അത് നമ്മൾ അംഗീകരിക്കുന്നു. അതേ സമയത്ത് തന്നെ അതിന് ആ കഥാപരിസരം പറയാൻ നമുക്കൊരു സമയം വേണം. എന്നാൽ കഴിഞ്ഞാലേ സെക്കൻഡ് ഹാഫിലേക്ക് അതിൻ്റെ ഒരു ഇമോഷൻ പെയിൻ, ഇയാൾ എവിടെ നിന്ന് വന്നു, ഇയാളുടെ സ്വഭാവം എന്താണ്, ഇയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞല്ലേ പോകാൻ പറ്റുള്ളൂ. പോയിട്ട് തിരക്കില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടുപോയി പോയി. അത് നമ്മള് നേരത്തെ പറഞ്ഞില്ല അപ്പർ സൈഡിൽ വെച്ച് കഥ പറയുന്നതല്ല. അപ്പൊ അവിടെ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ് സ്ക്രീൻ പ്ലേയില്. കാരണം നമ്മൾ അവിടെ നിന്നിട്ട് ആ പ്രശ്നങ്ങളും സാധനങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ കുറേ കൂടെ എളുപ്പമാണ്. പക്ഷെ അത്തരം പല സിനിമകൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന അക്കാദമിക് സ്വഭാവങ്ങൾ പല സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ നായകന്റെ പോയിന്റ് ഓഫ് വ്യൂ പോയിട്ട് ഇയാള് പിന്നെ എതിർ പക്ഷത്ത് നിൽക്കുന്നു തോന്നുന്ന ആളുകൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇയാൾ ആ ഇമോഷനൊപ്പം പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ എഴുതാൻ പ്രയാസമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാളെ നമ്മൾ മനസ്സിലാക്കണം, ഇയാളുടെ കൂടെ നിൽക്കണം. അപ്പൊ അതിനൊരു സമയം നമുക്ക് വേണം. ഇയാൾ എന്താണ്, ഇയാളുടെ സൈക്കോളജി എന്താണ്, ജീവിത സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ, അതിനാണ് നമ്മൾ തുടക്കത്തിൽ ഒരു സമയം എടുത്തിട്ടുള്ളത്. ഈ സുരാജ് വെഞ്ഞാറമൂടിന്റെ ക്യാരക്ടറെ ഒരു മുസ്ലിം ക്യാരക്ടറാണ് ചരിത്രത്തിൽ. പക്ഷെ അതിന്റെ ആ ഇൻസിഡന്റോ സംഗതികളോ അങ്ങനെയല്ലല്ലോ വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാ എനിക്ക് വേറെ തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? പുള്ളിന്റെ കൺവിക്ഷൻ എന്താ? കാരണം പുള്ളി വേറെ തരത്തിൽ നായകനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ആള് ഇതിനകത്ത് ഈ ഇതിലേക്ക്, അതുപോലെ ചേരന്റെ കാസ്റ്റിങ്ങും മൂപ്പരുടെ ആഗ്രഹം ഉണ്ടെന്ന് മൂപ്പര് നേരത്തെ മലയാളത്തിൽ അഭിനയിക്കാനുള്ള ഈ 2 ക്യാരക്ടേഴ്സിലേക്ക് എങ്ങനെ എത്തുന്നത്? പേരിടാനുള്ള കാരണം വെച്ചാല് അതിനകത്ത് ഇപ്പം സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ആദ്യം കഥ പറയുമ്പോൾ പേരില്ല, ഒരാളെന്നുള്ളത്. പിന്നീട് ഘട്ടത്തിലാണ് പേര് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇയാൾ പറയാൻ സാധ്യത ഇതിൽ പറയുന്ന 1-2 ഡയലോഗുകളുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും എനിക്ക് ബഷീറിനെ ഓർമ്മ വന്നത്, വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെയാണ് ബഷീർ എന്നുള്ള പേര്. അത്ര ഞാൻ കുറച്ചുകൂടി പോലും ജീവിതത്തെ പറ്റിയൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. ചൊറിയുന്നിടത്ത് വന്നേക്കാളാണ് പരമാരമായ അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയുമെന്നുള്ള. നീ ഒരു നല്ല പോലീസായിട്ടായിരിക്കും തിരിച്ചു പോകുന്ന ഒരു ജീവിതാനുഭവങ്ങളുള്ള ഒരു മനുഷ്യനാണല്ലോ. എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും ജീവിതാനുഭവങ്ങളുള്ള ഒരാൾ ബഷീറാണ്. അപ്പൊ ആ ജയിലിൽ പോയപ്പോ അവിടെയും കഥ ഉണ്ടാക്കിയ ആളാ. ചേരന്റെ ക്യാരക്ടറോ? ചേരനിലേക്ക് എങ്ങനെ എത്തുന്നത്? ഇഷ്ടംപോലെ നടന്മാരുണ്ടല്ലോ. അതൊരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് തീരുമാനിച്ച സമയത്ത് ഇങ്ങനെ ആലോചിച്ച് പല പേരുകൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ചേരൻ സാർ മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു, ഞങ്ങൾ പോയി നറേഷൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് അല്ല, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു. അപ്പം 2-3 ദിവസം ചോദിച്ചു എനിക്കിത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പുള്ളിയുടേതായ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ചെയ്യാം
എന്ന് പറയുമായിരുന്നു. ഓക്കെ. പുള്ളിയുടെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫിസിക്കിന് പറ്റുന്ന ഒരു പോലീസ് ഓഫീസർ അല്ല. പുള്ളി വീക്കാണോ എന്ന് പുള്ളിക്ക് അന്ന് തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും പോലീസിൽ അങ്ങനെയാണ് ജിം ട്രെയിനർമാരെ അത് അത്രേ ഉള്ളൂ. അത്ര ലാഘവത്തോടുകൂടി കണ്ട ഫിസിക്കൽ ഫിറ്റ്നസ് പോലീസിംഗിൽ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എക്സാമ്പിൾ എടുത്ത് പറയാൻ പറ്റില്ല. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാതെ എത്ര പോലീസുകാരുണ്ട്. പോലീസ് കോൺസെപ്റ്റ് നമുക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്ന അധികാരത്തിൽ ആ കസേരയിൽ പോയി വളരെ ഫിസിക്ക് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഹിറ്റ്ലർ. അയാളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ ഒരാൾ. അപ്പൊ അതിന് ശരീരവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അത് മണ്ടത്തരങ്ങളാണ് വേറെ ഗെയിമല്ലേ. ആ സമയത്ത് നമുക്ക് തോന്നുന്നു ചേരൻ സാറിന് അത്ര ചിന്തകൾ വിട്ട് കഴിഞ്ഞാൽ ചേരൻ സാറിന് ചിലപ്പോൾ ആ കോൺഫിഡൻസ് കൊടുത്ത് നമ്മുടെ കഥയുടെ തിരക്കഥയിലെ അയാളുടെ പെരുമാറ്റങ്ങൾ ഞാൻ തന്നെ ആണ് കൺവിൻസ് ചെയ്യിപ്പിച്ചത് സ്ക്രിപ്റ്റ് വെച്ചിട്ട്. പുള്ളി അത് കൺവിൻസ് പുള്ളി അസാധ്യമായി ചെയ്തിട്ടുണ്ട്. ഇപ്പം നടൻ മുരളീനൊക്കെ എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. നല്ലതാ. ഇനി അടുത്ത പരിപാടികൾ എന്തൊക്കെയാ നിങ്ങൾ ഇനി ഇഷ്ടപ്പെട്ട് ചെയ്യാൻ മനസ്സിൽ വെച്ചേക്കുന്ന സിനിമ? അതിന്റെ തന്നെ കഥ അതിൽ തിരക്കഥ പറഞ്ഞ സാധനം നമ്മൾ ഈ പൃഥ്വിരാജിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫുൾ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞതാണ്. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അത് ആയിട്ടില്ല. അപ്പം പറയാം. പിന്നെ അബിന്റെ തന്നെ വീണ്ടും അബിന്റെ തന്നെ ഒരു കഥ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നടക്കണ്ടേ. രാജ്ബി ഷെട്ടി ആയിരുന്നു. അത് നടക്കേണ്ടതുണ്ട്. പിന്നെ ഇങ്ങനെ ആലോചനകൾ നടക്കുന്നത്. ഇതിപ്പം ഇത് ഒരു ട്രൈ ആയിരുന്നല്ലോ നമ്മുടെ. സക്സസ്ഫുൾ ഇത് ഫസ്റ്റ് ദിവസം തിയേറ്ററിൽ ഓടുവാണെങ്കിൽ നമുക്ക് നിൽക്കാം, ഇല്ലേ നമുക്ക് ഓടാം എന്നായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. നമ്മളെ സിനിമ ഇരുത്തിയിട്ട് നിങ്ങൾ സിനിമ ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പൊ കുറച്ച് സിനിമകൾ കൂടി ചെയ്തോളൂ എന്നാണ് സിനിമ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ആദ്യത്തെ സിനിമയാണല്ലോ ഈ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ഒരു മനുഷ്യനും കൂടിയില്ല. അതിന്റെ തുടർച്ചയുള്ള മനുഷ്യനാ. ഹാപ്പിയാണോ? ഹാപ്പിയാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഓവർ എക്സൈറ്റഡ് ഒന്നുമല്ല. ഇൻട്രോട്ട് ആയതിന്റെ ഒരു പ്രശ്നം. ഹാപ്പിനെസിന്റെ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും അവർക്ക് ഇതിന്റെ കഥയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അവര് വിചാരിച്ച തിയേറ്ററിൽ ഇന്നലെ രാത്രി ഒരാളെ ഇത് ഇങ്ങനെ ഒരു പടമായിരിക്കും എന്ന് വിചാരിച്ചില്ല. ഇത്രയും ടെമ്പോ ഉള്ള ഇത്രയും ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പോസിറ്റീവ് റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടുന്നത്. ജെന്യുവനായിട്ട് നമ്മളോട് പടം കൊള്ളത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അവര് പോലും നല്ലതായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷവും സുഖമുണ്ട്. അല്ല, അതില് നമ്മൾ ഏറ്റവും പ്രീ റിലീസിന്റെ സമയത്ത് ഏറ്റവും കോൺഫിഡൻസ് എന്നാണ് മനീഷയുടെ അത്യാവശ്യം റീഡിങ് ഉള്ള ആളാണല്ലോ. പുള്ളി എന്നോട് പറഞ്ഞു നീ മറ്റൊന്നും നീ ആലോചിക്കേണ്ട സിനിമ റീച്ച് ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടും പിന്നെ നമ്മൾ ഇതിനകത്ത് അങ്ങനെ നമ്മളൊന്നും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ ഈ ഒരു കഥയുടെ ഒരു ഫ്ലോയ്ക്കൊപ്പം പോയിട്ടുള്ളൂ. വൻരാജ് ഇപ്പൊ ഡയറക്ടർ എന്നാളെ പറയാം ഒരു ഫൈറ്റ് വേണം നായകനല്ലേ എന്നൊക്കെ വേറെ ഒരു ഡയറക്ടർക്ക് പറയാം. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക ടൊവിനോ ഒരു വലിയ സ്റ്റാറാണ്. ARM കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറുടെ ഉള്ള ഒരാളാണ്. പക്ഷെ ഒരിക്കൽ പോലും ഇതിനകത്ത് ഒരു ക്യാരക്ടർ എന്ന നിലയിലോ നടൻ എന്ന നിലയിലോ അദ്ദേഹത്തെ ബൂസ്റ്റ് ചെയ്യണമെന്നോ അല്ലാതെ ഒരു കാര്യം ഓർമ്മയുണ്ട്. നമുക്ക് ഒരു നിർണായക ഘട്ടത്തിൽ അവിടെ ഒരു ചെറിയൊരു സ്ട്രഗിൾ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ എന്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ. B ഓപ്ഷൻ A ഓപ്ഷൻ ഉറപ്പാണ്, ഫിക്സ് ആണ്. അപ്പോൾ 2 ദിവസം A ഓപ്ഷൻ ഷൂട്ട് ചെയ്തു. ഒരു ദിവസം കൂടി ഷൂട്ട് ഡേ ഉണ്ട്. അപ്പം തൊട്ടടുത്ത് നമ്മള് ഫൈറ്റ് മാസ്റ്റർ ഫിനിഷ് പ്രഭു എന്നുള്ള ഫൈറ്റ് മാസ്റ്റർ തൊട്ട് തൃശ്ശൂർ തെലുങ്ക് പടത്തിന്റെ ഭാഗമായിട്ട് പുള്ളിയാണ്. അപ്പം രാത്രി ഞാൻ പ്ലാൻ ചെയ്ത് ഫൈറ്റ് മാസ്റ്റേഴ്സിനൊക്കെ വരാൻ പറയാം, ചെറിയൊരു പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മൾക്കുള്ളിലുള്ള ഒരു ചെറിയ കോൺഫ്ലിക്റ്റാ. നമ്മൾ ചില സ്ഥലത്ത് കൺഫ്യൂസ്ഡ് ആയി. അപ്പം അവര് താമരശ്ശേരി ചുരം കയറി കഴിഞ്ഞതിന് ശേഷമാണ് ടോവി ഇതറിയുന്നത്. തല്ലാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരെ തല്ലാൻ? ഞാൻ നിന്ന് തരില്ല കേട്ടോ. ആ സ്ഥലത്ത് അങ്ങനെ ഒരു സാധനം വേണ്ട, ഞാൻ അംഗീകരിക്കില്ല മുറിച്ചു പറഞ്ഞു. അങ്ങനെ മുറിച്ച് പറയുന്ന ഒരാൾ നമ്മൾക്കുള്ളിൽ ഉള്ള കൺഫ്യൂഷനെ മുറിച്ച് പറയുന്ന ആൾ അവന്റെ ധൈര്യമാണ്. അത് നമ്മളത് അംഗീകരിക്കുന്നു. ആ വന്ന വണ്ടി അതേപോലെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. അത് ടീം വർക്കിന്റെ ഒരു പവറാണ്. മാത്രമല്ല ആ ഒരു സിനിമയുടെ സ്വഭാവം, ആ ക്യാരക്ടറിന്റെ സ്വഭാവം അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സാധനമാണല്ലോ. നമ്മളിപ്പം സെൽഫ് ഇതിനപ്പുറത്ത് ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനം വലിയൊരു ശരിക്കും ഒരു ട്രൂ ആർട്ടിസ്റ്റിന്റെ ഒരു മൈൻഡാണല്ലോ അത്. ഈ ടെക്നോളജിന്റെ ഒരു സാധ്യതകളെ ഇത്തരം ഒരു കഥ പറയാൻ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? സിനിമയിൽ ഇത്രയും കാലം വർക്ക് ചെയ്യുമ്പോൾ നല്ല സിനിമ എങ്ങനെയാണ് മോശം സിനിമ എങ്ങനെയാണെന്നുള്ളത് ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. നാളെ എനിക്ക് തെറ്റാം. പക്ഷെ ഇത് അല്ല മേക്കിംഗ്. ഫിലിം മേക്കിംഗ് ആണ് അതുമായിട്ട് 48 ടെക്നിക്കാലിറ്റി ആയിട്ട് ഫിലിം മേക്കിങ്ങിന് വളരെ ചെറിയ ബന്ധമുള്ളൂ. അത് ഒരുപാട് ഫിലിം മേക്കേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇത്തരത്തിൽ പുതിയ ടെക്നോളജി, ഇപ്പോൾ റീൽസ്, മറ്റേ ഇൻസ്റ്റാ ഷോർട്സ് അങ്ങനത്തെ പരിപാടികൾ വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഈ ടെക്നോളജി ഉണ്ട്. വൈപ്പ്, സ്വൈപ്പ്, അതിലേക്ക് മറ്റേ മെർജ് ചെയ്യുന്ന എഫക്ട്സ്,
അതിൽ തന്നെയുള്ള ഒരു എനിക്ക് തന്നെ അറിയില്ല അത് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പാളിപ്പോവും. പാളിപ്പോന്ന് വെച്ചാൽ അത് 4-5 6ാമത്തെ ശ്രമത്തിൽ പാളിപ്പോവും. ഇപ്പൊ എനിക്കൊന്ന് ഖാലിദ് നമ്മൾ സമകാലികമായിട്ടുള്ള അല്ല ഖാലിദ് റഹ്മാൻ ഫിലിം മേക്കർ തല്ലുമാല നമ്മൾ നിഷാദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആ സിനിമ. എനിക്കൊക്കെ സമകാലികളിൽ മത്സര സ്വഭാവമുള്ള ഒരു ഫിലിം മേക്കറായിട്ടാണ് ഖാലിദിന്റെ തോന്നുന്നത്. ഖാലിദ് ചെയ്ത സിനിമകളൊക്കെ അങ്ങനെയാണ്, മറ്റുള്ളവർ ഇല്ലാന്നല്ല. ഫസ്റ്റ് സിനിമ മുതൽ ഇങ്ങോട്ട് നോക്കുക, അയാളുടെ കരിക്കും വെള്ളം, ഉണ്ട, അതിനുശേഷം കോവിഡ് കാലത്ത് ലവ് എന്നുള്ള സിനിമ ചെയ്തു, പിന്നെ തല്ലുമാല അത്തരത്തിൽ അഡ്രസ് ചെയ്യുന്ന സിനിമ. എത്ര പൈസ ആയിട്ടാണ് അതിനെ ചെയ്തിരിക്കുന്നത്. നിഷാദ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദിനെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ടെക്നോളജി കൊണ്ടുവരുന്നത് കുഴപ്പമില്ല. അല്ലാതെ ഫിലിം മേക്കിംഗ് സെൻസ് മറ്റു തരത്തിലായ നല്ല മേക്കറിന്റെ സർട്ടിഫിക്കറ്റ് അതൊന്നും അല്ല. അതിപ്പോ ആരോട് പറയും? നമുക്ക് അത് പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് പോലും ആവും. ഞാൻ ഇത്രയും സമയം പറഞ്ഞിട്ട് പോലും ഞാൻ ഉദ്ദേശിച്ചത് പുറത്തു വരുന്നില്ല. സ്റ്റോറി ടെല്ലിംഗ് ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ സംഭവിക്കുന്നത് വേറെ അതിന്റെ കൂടെ ചേർത്ത് വയ്ക്കട്ടെ. അതായത് പുതിയ ഈ ജെൻസി കക്ഷികൾക്ക് അവര് വിഷ്വൽ ലാംഗ്വേജാ, അവര് വായനാ സ്വഭാവമുള്ള തീരെ എല്ലാവരുടെ കാര്യമല്ലേ പറഞ്ഞത്. പക്ഷെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് വിഷ്വൽ ലാംഗ്വേജിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തോന്നുന്നു അല്ലെ? പുതിയ കുട്ടികൾ എന്റെ കുഞ്ഞ് 2.25 ജോതയ്ക്ക് 2.25 വയസ്സുള്ള. അപ്പൊ അവള് കൊക്കോമെലൺ വെച്ച് കൊടുത്താൽ കഴിഞ്ഞ മുകളിൽ മെസ്സേജ് വന്നാൽ അവള് ഈ കൈ എടുത്ത് അത് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് അത്രയും സാധനമാണല്ലോ. അപ്പൊ നമ്മളെ അവെയർ ആണോ ഈ ഇത്രയും വിഷ്വലി ഇത്രയും എക്യുപ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒക്കെ അടുത്തേക്ക് നമ്മൾ വിഷ്വൽ ലാംഗ്വേജിൽ ഒരു കഥ പറയുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ തിരക്കഥാകൃത്തുക്കളെയും കഥാകൃത്തുക്കളെയും ആശ്രയിക്കുക. മറ്റേ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നല്ല DOP ഹയർ ചെയ്താലും നല്ല ടെക്നോളജി പഠിച്ചൊരു DOP ആയിരിക്കും, നല്ല എഡിറ്ററെ ഹയർ ചെയ്യാം. നമുക്ക് ഇന്ന് പഠിച്ച സാധനമല്ല നാളെ. ഇപ്പൊ ഇന്ന് പഠിച്ചത് ശരിക്കും നമുക്ക് നാളെ ചിലപ്പോൾ ഉപയോഗിക്കാം. പക്ഷെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ ഒരു iMac ലാപ്ടോപ്പിന് എടുത്തിട്ട് വാങ്ങി മേടിക്കുക, അത് 6 മാസം കഴിഞ്ഞാൽ അതിന്റെ പുതിയ അപ്ഡേറ്റ്. അത് നമ്മുടെ കാലത്ത് ഒരു ദുരന്തമാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിൽ കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പക്ഷെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതല്ല. തീരെ അറിയാതെ പോകരുത്, ഭയങ്കരമായ വഴിക്കും. എനിക്ക് പേടി AI ആണ്. AI അതെ, AI കുറച്ച് നമ്മൾ അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിൽഡ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. തൊഴിലാളി പ്രശ്നമായിട്ട് വരട്ടെ, തൊഴിലാളികൾ അങ്ങനെങ്കിലും ഒന്ന് എല്ലാവരും സംബന്ധിച്ചുണ്ട്. റൈറ്റേഴ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെയിൻ സ്ട്രീം സിനിമയിൽ കൂടെ ഭയങ്കര രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഷെയ്ഡ് ഒരു പാരലാക്കി മാറ്റല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത്തരം സിനിമകൾ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. അപ്പൊ അത് തുടരട്ടെ. താങ്ക് യു.